പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ ഷോർട്ടായിട്ട് പറയുമ്പോൾ JCNDSD, അതായത് ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്ന യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് IPC സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ PT ജോർജുമായിട്ടുള്ള തൃത്വം എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രൂപ്പ് അക്സെപ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും JCNDSD എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും പ്രമാണിച്ചതും പഠിപ്പിച്ചതും കാണിച്ചതും എഴുതപ്പെട്ടതുമായിട്ടുള്ള സത്യസുവിശേഷം അറിയിക്കുന്ന ഗ്രൂപ്പ് ആകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾക്ക് 4 ഭാഷകളിൽ സുവിശേഷം ശ്രവിക്കാവുന്നതാകുന്നു. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ എൻകറേജ്മെന്റ്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ട് സുവിശേഷം മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പ് മുഖാന്തരമായി നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളാൽ കഴിവത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് തൃത്വം എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് IPCയിലെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ PT ജോർജ് ബാംഗ്ലൂരിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, ദുബൈയിൽ നിന്ന് ബ്രദർ വിൽസൺ, കൊച്ചിയിൽ നിന്ന് ബ്രദർ സൈമൺ, കോട്ടയത്ത് നിന്ന് ബ്രദർ ജോസ് വർഗീസ്, കൊച്ചിയിൽ നിന്ന് പാസ്റ്റർ ജോയ് ജോസഫ്, ഇറാഖിൽ നിന്ന് ബ്രദർ ഗീവർഗീസും ഇപ്പോൾ ഈ ലൈനിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുക. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറയുന്നതും ഇദ്ദേഹത്തോട് ഇന്ററാക്ട് ചെയ്യുന്ന മറ്റു വ്യക്തികളും ദൈവത്തെക്കുറിച്ചും ഉള്ള ആ സംഭാഷണം തീർച്ചയായും കേട്ട് സത്യം ഏതാണെന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ തക്കണം. ദൈവവിടെയാകട്ടെ. ഒരു കാര്യം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ താല്പര്യപ്പെടുന്നു. ഇസ്രായേലിനോട് പ്രമാണം കൊടുക്കുമ്പോൾ പറയുന്നത്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്ന യഹോവയായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാകുന്നു യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായി 1 തീമോഥെയോസ് 3:14 പറയുന്നു. വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്നെസ്, ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഡിസ്കഷൻ നിങ്ങൾ കേട്ടു. Pastor Abraham Guti can start with if you want to, we can start with a prayer and then you can introduce again and then let's have this discussion. Okay, yeah. We'll start with prayer. I request Abraham Guti to pray. Okay, I'll pray. Okay. കാരുണ്യവാനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായി നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് വരുവാനും സംസാരിക്കാനും ഇപ്പോൾ ഇടയായിരിക്കുന്നു. ഇനിയും ആരൊക്കെ ജോയിൻ ചെയ്യുന്ന അറിയുന്നില്ല. എങ്കിൽ തന്നെയും ഈ ഡിസ്കഷനിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യം ഏതാണ്. ഇപ്പോൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ വിശ്വസിക്കുന്ന ഒരു സബ്ജക്റ്റാണ് തൃത്വം അല്ലെങ്കിൽ ത്രിയേകൻ. വാസ്തവമായി അങ്ങനെ ഒരു സബ്ജക്റ്റ് ബൈബിളിൽ ഉണ്ടോ, അത് സത്യമാണോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ബാംഗ്ലൂരിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന പാസ്റ്റർ ജോർജ് പാസ്റ്റർക്കും, ദുബൈയിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന ബ്രദർ വിൽസണും, കൊച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ബ്രദർ സൈമണും നിങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ബൈബിൾ കൂടെ അല്ലാതെ ഔട്ട്സൈഡ് ബൈബിൾ ഒന്നും സംസാരിക്കാൻ ഇടയാകാതെ വണ്ണം ഞങ്ങൾ ഏത് സംസാരിക്കുമെന്നോ അതിന് ബൈബിൾ സ്ക്രിപ്റ്റേഴ്സിന്റെ ആധാരത്തിൽ സംസാരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരു സംസാരവും ആർക്കും ഒരു മുറിവുണ്ടാകുവാനോ ദേഷ്യം ഉണ്ടാകാനോ ഇടയാകാതെ വണ്ണം കാക്കണമേ, പരിപാലിക്കണം. നാവോട് കൂടി ഇരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കേൾക്കുന്നതായ എല്ലാ വിശ്വാസികളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുവാനാകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഡിസ്കഷൻ കേൾക്കുന്ന എല്ലാ സൗരസന്മാരുടെയും ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ തുറക്കണമേ. സത്യം ഏതാണെന്ന് ഗ്രഹിപ്പാൻ തക്കണം ഈ അന്ത്യകാലത്ത് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ അരുമരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Amen. Yeah, last time we were talking, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് സ്നാനത്തെ സംബന്ധിച്ചായിരുന്നു. അത് കംപ്ലീറ്റ് ആയില്ല. ഇടയ്ക്ക് എൻ്റെ മൊബൈൽ ചില പ്രോബ്ലം ചെയ്തുകൊണ്ടത് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. അത് തന്നെ ആണോ സംസാരിക്കുന്നത് അതോ അവിടുന്ന് വേണമെങ്കിൽ പാസ്റ്റർ തുടങ്ങിക്കോ, കുഴപ്പമില്ല. നമ്മള് അന്ന് സംസാരിച്ച ആ കാര്യത്തെ മറ്റേ അതൊന്ന് മ്യൂട്ട് ചെയ്തേക്കും. ജോർജ് ഭാഷ 1 സെക്കൻഡ്. Yeah. അപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ഡിസ്കഷനിൽ നിന്നും ഭാഷക്ക് മനസ്സിലായല്ലോ, ഈ ബ്രദേഴ്സും ആ ഡിസ്കഷന് ശേഷം ഞാനും ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ്. സ്നാനം സ്ക്രിപ്റ്റേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബേസിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണെന്നാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത്. അതിനെപ്പറ്റി മോർ ക്ലാരിറ്റി സൗരന്മാർക്ക് കിട്ടട്ടെ, ഞാനും കേൾക്കാൻ താല്പര്യപ്പെടുന്നു. ഈ വിഷയം പലരും പലത് നിലയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഏത് നിലയിലാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ആണ് ശരിയെന്ന് നമുക്ക് ധരിക്കാനുള്ളതായ കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയിൽ സഭ ആരംഭിച്ചു. സഭ ആരംഭിച്ചപ്പോൾ അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തി. 8 സ്നാനം അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ക്രിസ്തേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ഇങ്ങനെയുള്ള നാമങ്ങളാണ് ഉച്ചരിച്ചിരിക്കുന്നത്. വേറെ 4 സ്നാനത്തിൽ നടന്നിടത്ത് പേരൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഉദാഹരണം, ലുദിയയുടെ സ്നാനത്തെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ ഒരു നാമം ഉപയോഗിച്ചിട്ടില്ല, സ്നാനപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതുപോലെ ജയിലധികാരി സ്നാനപ്പെട്ട് കുടുംബമായിട്ട് അവിടെയും നാമം ഒന്നും പറഞ്ഞിട്ടില്ല. വേറൊന്ന്, അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ അംഗീകരിക്കുന്നു. പൗലോസിന്റെ സ്നാനത്തിനും അവിടെ നാമം ഒന്നും ഉച്ചരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ 4 നാമം പറഞ്ഞിട്ടുണ്ട്. അത് ഈ നിലയിലാണ് യേശുക്രിസ്തുവിന്റെ നാമത്തില്, ക്രിസ്തേശുവിന്റെ നാമത്തില്, കർത്താവിന്റെ നാമത്തില്. നാമം ഒന്നല്ല, വിവിധ നിലയിൽ മാറ്റിയാണ് നാമം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നാം അംഗീകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം ശരിയെന്നുള്ളത്? അത് ഞാന് അതിനകത്ത് ഒരു ഉത്തരം പറഞ്ഞോട്ടെ പാസ്റ്ററിന്. നമുക്ക് അത് കേൾക്കുന്നവര് അംഗീകരിക്കാതിരിക്കോ ചെയ്യട്ടെ. അടിസ്ഥാനപരമായി നമ്മള് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന, അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തി ശിഷ്യന്മാരാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ അടിസ്ഥാന കൽപ്പനയ്ക്കകത്ത് ഒരു നാമം അതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഈ നാമം ഏത് നാമമാണെന്നുള്ള കാര്യമാണ് അടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നു, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ മേൽ വരുമ്പോൾ, പത്രോസ് ആ ഒരു 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് യോവേൽ പ്രവചനത്തിൽ പറയുന്ന യഹോവയുടെ വലിയ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ യോവേൽ പ്രവചനത്തിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയാൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ അവർ എൻ്റെ ചെറിയ മക്കളുടെ മേളിലും വൃദ്ധന്മാരുടെ മേളിലും എല്ലാം പരിശുദ്ധാത്മാവിനെ ഇടുകയും
അന്ന് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു. അപ്പൊ പൗലോസ് പറയുന്നത് ഇതാണ് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ ദിവസം, ഇതാണ് ആ യഹോവയുടെ വലിയ ദിവസം. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ യഹോവ തന്നെയാണ് കർത്താവ് എന്നുള്ള കാര്യമാണ് അവിടെ ഏറ്റുപറയുന്നത് പത്രോസ്. അപ്പോൾ അവിടെ പിന്നെ അവർ വിളിച്ചപേക്ഷിക്കുന്ന ഒരു നാമം, ആ ദിവസം മുതൽ വിളിച്ചപേക്ഷിക്കുന്ന ഒരു നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണെന്ന് അവിടെ അങ്ങനെ പറയുന്നു. രണ്ടാമത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. പുത്രന്റെ നാമം യേശുക്രിസ്തു ആണെന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരു സംശയം ഇല്ല. കറക്റ്റ്. പിതാവിന്റെ നാമം എന്താകുന്നു? പിതാവിന്റെ നാമം എന്താകുന്നു എന്ന് പറയുമ്പോൾ പിതാവിന്റെ നാമത്തെ പറ്റി യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 5:43 പറയുന്നു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. ഒരുവൻ തന്റെ സ്വന്തം നാമത്തിൽ വന്നിരുന്നു എങ്കിൽ നിങ്ങൾ അവനെ കൈക്കൊണ്ടേനെ. അപ്പോൾ അവിടെ വെളിപ്പെടുത്തുന്നത് യേശുവിന് കിട്ടിയ നാമം, അതായത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്നും വിടുവിക്കുക. ആരുടെ ജനമാണ്? യഹൂദ ജനം, യഹോവയുടെ ജനം. യഹോവയുടെ ജനത്തിന് വേണ്ടി വന്ന ആരാണ്? യഹോവ തന്നെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ വേഷത്തിൽ മനുഷ്യനായി കടന്നു വരുന്നത്. അപ്പോ യഹോവയുടെ നാമമാണ് അവിടെ യേശു എന്ന നാമം വന്നതെന്ന് കർത്താവ് കറക്റ്റായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17:6 പറയുന്നുണ്ട്, 11 പറയുന്നുണ്ട്, 26 പറയുന്നുണ്ട്, അവരെ നീ തന്നിരിക്കുന്ന എന്റെ നാമത്തിൽ കാത്തുകൊള്ളണമേ, ഞാൻ നിന്റെ നാമത്തെ അവർക്ക് വെളിപ്പെടുത്തി. അപ്പോൾ ഇതെല്ലാം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിതാവിന്റെ നാമം തന്നെയാണ് പുത്രന് ലഭിച്ചത്, ഏകപുത്രന് ലഭിച്ചത് പിതാവിന്റെ നാമം തന്നെയാണെന്നാ പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നു യോഹന്നാന്റെ സുവിശേഷം 14:23 പറയുന്നത് എന്റെ നാമത്തിൽ വരുവാനുള്ള പരിശുദ്ധാത്മാവെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവ് വരുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ സ്നാനമേൽക്കുന്ന എന്തുകൊണ്ടാണ്? 1, പാപമോചനത്തിന് വേണ്ടി. 2, പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടി. പരിശുദ്ധാത്മാവ് വരുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. രക്ഷ പ്രാപിക്കുന്നത് ആരാണ്? യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ. ഇപ്പൊ പത്രോസ് പറയുന്നു, ഇതാണ് യഹോവയുടെ വലിയ ദിവസം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവരും രക്ഷിക്കപ്പെടും. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ മാതിരി പൗലോസിന്റെ ആ ഒരു സ്നാനത്തെ പറ്റി പാസ്റ്റർ പറഞ്ഞു, അവിടെ യേശു ക്രിസ്തുവിന്റെ നാമം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വളരെ വ്യക്തമായിട്ട് അനന്യാസ് പറയുന്നുണ്ട്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് നിന്റെ പാപത്തെ കഴുകിക്കളയാന്ന് പറയുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് പൗലോസിന്റെ സ്നാനം നടന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ്, കർത്താവിന്റെ നാമത്തിൽ തന്നെയാണ്. യേശു ക്രിസ്തു കർത്താവെന്ന് വിശ്വസിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് ഉള്ളതെന്ന് 1 കൊരിന്ത്യർ 12 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുത്തനും യേശു ക്രിസ്തു കർത്താവെന്ന്, അതായത് യഹോവ അഡോനായി ആണെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുന്നത്? പരിശുദ്ധാത്മാവ് ലഭിച്ചവന് സാധിക്കുന്നത്. അപ്പൊ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 5 കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഉള്ളത് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ളതും 3 ഇല്ല എന്ന് പറയുമ്പോഴും ഒരു നാമം കൽപ്പന പ്രകാരം ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ശിഷ്യന്മാര് ആദ്യം പരിശുദ്ധാത്മാവ് ലഭിച്ചത് തന്നെയാണ് അവർ എപ്പോഴും ചെയ്തത്. പിന്നെ അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിലേക്ക് നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തിലേക്കാണ് നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം വചനങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു പെർസോണായി കാണിക്കുന്നു. പിന്നെ ക്രിസ്തു എന്നത് എന്താകുന്നു എന്ന്, ശരീരം, ഒരു ശരീരമാണ് ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് 1 കൊരിന്ത്യർ 12 പറയുന്നുണ്ട്. ഒരു ശരീരവും പല അവയവങ്ങളുമാണ് ക്രിസ്തു. അതാണ് ദൈവത്തിന്റെ ഒരേ ആത്മാവും പല അവയവങ്ങളും, ആ ഒരേ ആത്മാവിന്റെ പല അവയവങ്ങളും പറയുന്നുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന ആ ഒരു നാമം, അത് യഹോവയായ ദൈവത്തിന്റെ നാമമാണ്, അത് പിതാവിന്റെ നാമമാണ്, അത് പുത്രന്റെ നാമമാണ്, അത് പരിശുദ്ധാത്മാവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ബൈബിളില് വചനപ്രകാരം കമാൻഡ്മെന്റ് ആൻഡ് ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുന്നത് അപ്പോസ്തോലന്മാർ ചെയ്തത്
യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം. അതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടത് കൊണ്ട് ആ ദിവസം മുതൽ ചെയ്ത് അവർ ശരിയായതുകൊണ്ടും അതിൽ വിപരീതമായി പഠിപ്പിക്കുന്നവരെല്ലാം വിപരീത സുവിശേഷക്കാരാണെന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടും സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ കേൾവിക്കാർക്ക് അത് തീരുമാനിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ സ്നാനത്തെ വിഷയത്തെ വിട്ടിട്ട് തൃത്വത്തെ പറ്റി നമുക്ക് സംസാരിക്കാൻ. ഇതിനെപ്പറ്റി ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മൾ വചനത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പത്രോസിന് യേശു ക്രിസ്തു ഒരു താക്കോല് കൊടുത്തിട്ടുണ്ട്. അപ്പം പാസ്റ്റർ പ്രകാരം ആ താക്കോല് എന്തുവാണെന്ന് പാസ്റ്ററിന് വല്ല ഐഡിയ ഉണ്ടോ? ഇത് നമുക്ക് പിന്നെ പറയാം. ആദ്യം പറഞ്ഞതായ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. അല്ല, പത്രോസിന് താക്കോല്, പത്രോസ് ഏത് താക്കോലാണ് സ്വർഗരാജ്യത്തിന്റെ അടുത്തുകൊണ്ട് നടക്കുന്നത്? സ്വർഗരാജ്യത്തിന്റെ താക്കോല് യേശു തന്നിട്ടുണ്ട്. ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്നാനമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ സ്നാനത്തിൽ ഒരു താക്കോലുണ്ട്. നമുക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോല് സ്നാനത്തിലാ തുറക്കുന്നത്. താക്കോലിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ മുന്നേ സംസാരിച്ച വിഷയമുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു. കർത്താവ് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പിതാവിനോട് യാചിക്കും, പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ചു തരും. അപ്പോൾ അവിടെ 3 നാമങ്ങൾ, 3 വ്യക്തികൾ വേറെ വേറെ കാണുന്നില്ല. ഞാൻ പിതാവിനോട്, ഞാൻ എന്ന വ്യക്തി യേശു, പിതാവിനോട് ഞാൻ യാചിക്കും, പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞാൻ വാങ്ങി അയച്ചു തരും. അപ്പൊ 3 പ്രത്യേക വ്യക്തികളെ അവിടെയും നാം കാണുന്നുണ്ട്. അത് ഒറ്റ വ്യക്തിയല്ല. കാരണം യേശു പറയുന്നു, ഈ 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒന്ന് വ്യക്തമാക്കണം, എങ്ങനെ വ്യക്തിയാണെന്ന് കൂടെ ഒന്ന് വ്യക്തമാക്കണം. അപ്പോൾ 3 വ്യക്തികളെ അവിടെ കാണുന്നുണ്ട്. 3 വ്യക്തികളെ പലയിടങ്ങളിലും വേറെ വേറെ ഒന്നിച്ച് ഒരേ സമയത്ത് കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, യേശുവിന്റെ സ്നാനത്തിങ്കൽ 3 വ്യക്തികളെ അവിടെ സൂക്ഷ്മമായി കാണുന്നുണ്ട്. ഒരു സൂമില് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു സെക്കൻഡ് സൂമിൽ എന്റെ ഇവിടെ ആരുമില്ല. എന്റെ ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, വേറെ ആരുമില്ല. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്തോ കേട്ടോ. അപ്പോഴേ യേശു വെള്ളത്തിൽ നിൽക്കുന്നു, പിതാവായ ദൈവം മോളിൽ നിന്ന് സംസാരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവ് രൂപേണ യേശുവിന്റെ തലയിലേക്ക് വരുന്നു. 3 വ്യക്തികളെയും നമ്മുടെ അവിടെയും കാണുന്നുണ്ട്. അപ്പോൾ തൃത്വത്തിനുള്ള കാര്യമാണ് പറഞ്ഞത്. തൃത്വം ഇപ്പോഴത്തെ വിഷയമല്ലെങ്കിൽ തന്നെ. അപ്പൊ ആ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാണ് സ്നാനപ്പെടുത്തേണ്ടത് എങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്, യേശു പിന്നെ എന്തിനാണ് ഈ കൽപ്പന കൊടുത്തത്? നിങ്ങൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ എന്ന കൽപ്പന കൊടുത്തത് എന്തിനാണ്? അതാണ് പാസ്റ്റർ താക്കോല്. അതിങ്ങനെ താക്കോല് ഇങ്ങനെ തുറന്നിടാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഈ താക്കോല് കോഡ് ചെയ്തിട്ടേക്കുക. ആരും മനസ്സിലാക്കുന്ന അവർ ആ താക്കോല് ഉപയോഗിക്കും. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പാസ്റ്ററെ? ഈ നമ്മൾ 1 തിമോത്തിയോസ് 2:5 വായിക്കുമ്പോൾ നമുക്കൊരു ദൈവമേ ഉള്ളൂ, നമുക്ക് ഏക മധ്യസ്ഥൻ മനുഷ്യനായ ക്രിസ്തു യേശു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യനായ ക്രിസ്തു യേശു ആണോ ദൈവം? യേശു മനുഷ്യനായി ചോദ്യം കഴിഞ്ഞോ? യേശു മനുഷ്യനായി വന്നപ്പോൾ, മുമ്പേ വിൽസൺ ബ്രദർ ആണെന്ന് തോന്നുന്നു ആ ചോദ്യം അത് തന്നെ വാക്യം കോട്ട് ചെയ്തു കൊലോസ്യ ലേഖനത്തില്. നിങ്ങൾ ആരാ വിൽസൺ? മറ്റേ ബ്രദറിന്റെ പേരെന്തുവാ? സൈമൺ. സൈമൺ ബ്രദർ തന്നെ വാക്യം കോട്ട് ചെയ്തു കൊലോസ്യ ലേഖനത്തിൽ 1:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ തന്നെ യേശു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിട്ടാണ് ലോകത്തിൽ വന്നത്, അല്ലേ? ഞാൻ പിന്നെ പറയാം, പാസ്റ്റർ ഇത് തീർത്തോ?
അപ്പോൾ യേശു പെർഫെക്റ്റ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് മാൻ, സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് യേശു ലോകത്തിലായിരുന്നത്. കാരണം ഈ രണ്ട് സ്വഭാവത്തിൻ്റെയും പ്രവർത്തനങ്ങൾ യേശുവിൽ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യത്വത്തിൽ താന് ദുഃഖിച്ചു, കരഞ്ഞു, ഭക്ഷിച്ചു, ഇതൊക്കെ ചെയ്തു. എന്നാൽ ദൈവത്വത്തിൽ താന് അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. മനുഷ്യർക്ക് ആർക്കും ചെയ്യാൻ ദൈവം മാത്രം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ രണ്ട് സ്വഭാവങ്ങളും യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ വെളിപ്പെടുത്തി. അപ്പോൾ യേശു അതുകൊണ്ട് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ഭൂമിയിലായിരുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ ലോകത്തിൽ വന്നിട്ടുള്ളൂ, വേറെ ആരും ഇനി വരത്തുമില്ല. അപ്പോൾ യേശു, നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യനായിട്ട് വന്നതിന് കാരണമുണ്ട്. കാരണം മനുഷ്യന്റെ വീണ്ടെടുപ്പാണ് ദൈവത്തിന് പ്രധാനം. വീണ്ടെടുപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ 3 കാര്യത്തിന് വീണ്ടെടുപ്പാണ്. 1 മനുഷ്യൻ, 2 ആകാശം, 3 ഭൂമി. ഇതിന്റെ 3ന്റെ വീണ്ടെടുപ്പ് നടക്കണം. പക്ഷെ അതിൽ പ്രധാനം മനുഷ്യൻ, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് മനുഷ്യനെയാണ്. കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നഷ്ടപ്പെട്ടപ്പോൾ അവനെ കൈവിടാനൊക്കത്തില്ല. അവനെ വീണ്ടെടുക്കാനായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പൊ മനുഷ്യന്റെ വീണ്ടെടുപ്പായിരുന്നു പ്രധാനം. അപ്പൊ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ മനുഷ്യനായിട്ട് തന്നെ വരണം, അതും പാപമില്ലാത്തവനായിട്ട് വരണം. പാപമുള്ള ഒരു മനുഷ്യൻ ലോകത്തിൽ വന്നിട്ട് പാപിയെ രക്ഷിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ് കുരുടനെ വഴി കാണിക്കാനൊക്കത്തില്ല. കുരുടനെ വഴി കാണിച്ചാൽ എന്ത് പറ്റും? രണ്ടുപേരും കുഴിയിൽ വീഴും. അപ്പൊ പാപിയായ ഒരു മനുഷ്യനെ പാപിക്ക് രക്ഷിക്കാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പാപമില്ലാത്തവനായി ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ തന്നെ യേശു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു. സൈമൺ ബ്രദർ കോട്ട് ചെയ്ത ആ വാക്യം തന്നെയാണ് അതിനാധാരം. കൊലോസ്യർ 1:9. അപ്പോൾ യേശു വെറും മനുഷ്യനായിരുന്നില്ല. യേശുവിനെ പോലെ ഒരു വ്യക്തി ഭൂമിയിൽ വരുന്നതിന് മുമ്പ് വന്നില്ല, ഇനിയും വരത്തുമില്ല. ദൈവത്തിന്റെ കാര്യപരിപാടി മനുഷ്യന്റെ വീണ്ടെടുപ്പായിരുന്നു. ആ വീണ്ടെടുപ്പിന്റെ ക്രിയകൾ നിവർത്തിപ്പാനായിട്ട് യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നു. അത് നിവർത്തിച്ചിട്ട് താൻ എവിടെ നിന്ന് വന്നു അവിടേക്ക് പോയി. ഇനിയും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സ്തേഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ, ഇതിനകത്ത് ഞാൻ പറയും സ്നാനത്തിന്റെ വിഷയം പറയുന്നെങ്കിലും ത്രിത്വം ഇതിനകത്ത് വരാതെ കൊണ്ട് സ്നാനം പറയാനൊക്കത്തില്ല. അപ്പോൾ സ്തേഫാനോസിന്റെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ സ്തേഫാനോസ് ഉയരത്തിലേക്ക് നോക്കുന്നു. സ്തേഫാനോസ് തന്നെ പറയുന്നു, യേശുവിനെ പിതാവിന്റെ സന്നിധി നിൽക്കുന്നതായി കാണുന്നു എന്നല്ലേ? രണ്ട് വ്യക്തി അവിടെ സ്വർഗത്തിൽ സ്തേഫാനോസ് കാണുന്നുണ്ട്. മൂന്നാമത് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ തന്നെ ആ സമയത്തുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞോട്ട്, പിതാവിൽ നിന്നോട് പിതാവ് നേരത്തെ വാഗ്ദത്തം ചെയ്തതിന് പുത്രൻ പറയുന്നു, ഞാൻ പോയി പിതാവിനോട് വാങ്ങി നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുമെന്നാണ്. ഇതേ ഭാഷയാണ് പറഞ്ഞത്. ഞാൻ പിതാവിനോട് യാചിക്കും, പിതാവിൽ നിന്നുള്ളതായ വാഗ്ദത്തത്തെ വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അവിടെയും 3 വ്യക്തിയെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. ഇനി എന്റെ റെസ്പോൺസ് പറഞ്ഞോട്ടെ. ഞാൻ എന്റെ റെസ്പോൺസ് പറയുന്നത് ഇങ്ങനെയാണ് പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളില് പാസ്റ്റർ അതിനെ നോക്കുന്നത് ഒരു ആള് ബൈബിൾ വായിക്കുമ്പോൾ അത് നോക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് വചനപ്രകാരം കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് തെറ്റായിട്ടുണ്ട്. അതെന്താണ് ഞാൻ പറയട്ടെ. ഒന്ന്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതിയത് പൗലോസാണ്. പൗലോസ് കർത്താവിനെ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, അതായത് വെളിച്ചത്തിലെ കർത്താവിനെയാണ് കണ്ടത്. അപ്പോൾ കർത്താവെ ആരാണെന്ന് ചോദിച്ചപ്പോ ആരെയാണ് യേശു പറഞ്ഞത്? ഞാൻ തന്നെ, നീ എന്നെ എന്തോന്ന് പറഞ്ഞേ, എന്നെ പെർസിക്യൂട്ട് ചെയ്യുന്ന യേശു തന്നെയാണെന്ന് അവിടെ പറയുന്നത്. അപ്പൊ ആ വെളിച്ചത്തിലെ കർത്താവിനെയാണ് കാണുന്നത്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിരിക്കെ, ജഡത്തിലിരിക്കെ പ്രാർത്ഥിക്കുന്നത്, ആദിയിൽ ഞാൻ നിന്നോട് കൂടെ ആയിരുന്നപ്പോൾ, അതായത് ലോകസ്ഥാപനത്തിന് മുമ്പേ ആദിയിൽ ഞാൻ നിന്നോട് ആയിരുന്നത് പോലെ എന്നെ നിന്റെ സന്നിധിയിൽ വാഴ്ത്തണമേ എന്ന് പറയണം.
അപ്പൊ ഈ വാഴ്ത്തപ്പെടൽ എന്താകുന്നു? അതായത് ആ സമയം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ കാര്യം വരുന്നത്. ഒരേ ആത്മീയ ശരീരത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും, അതാണ് ആ സ്വർഗത്തിലിരിക്കുന്ന മനുഷ്യപുത്രൻ, ഏക മനുഷ്യപുത്രൻ, സിംഹാസനത്തിൽ ഇരിക്കുന്ന ഏകൻ, എസെക്കിയേല് കണ്ടവൻ, യോഹന്നാൻ വെളിച്ചത്തിൽ കണ്ടവൻ, പിന്നെ യെശയ്യാവ് കണ്ടവൻ, ആ സ്വർഗത്തിലിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഒരുവനെയാണ് കണ്ടത്. പിന്നെ മനുഷ്യൻ വേഷത്തിൽ മനുഷ്യനായി, അവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ രൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിൽ വന്നു. അതുകൊണ്ട് സംഖ്യാപുസ്തകം 23:19 പറയുന്നുണ്ട്, ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല, ദൈവം ആത്മാവാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4 കർത്താവായ യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ അവനിൽ ഉള്ളതാണ് ദൈവത്വം, അവന്റെ ബാഹ്യമാണ് അവന്റെ മനുഷ്യത്വം. ആ മനുഷ്യത്വം വെളിപ്പെടുത്തിയത് കാണാൻ പറ്റാത്തവനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പുത്രനാണ് വെളിപ്പെടുത്തിയത്. പുത്രൻ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നതും ബാഹ്യമായി കാണുന്നതും, അല്ലാതെ വേഷത്തിൽ മനുഷ്യനായതും. ആ മനുഷ്യനായിരിക്കുമ്പോൾ ഒരു ദാസനാണ്, ഒരു പ്രാർത്ഥിക്കുന്നവനാണ്. പക്ഷേ അവനിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും, അവൻ പ്രാർത്ഥിക്കുന്നതുമെല്ലാം ആത്മാവായ ഏക ദൈവത്തിന്റെ പ്രവർത്തനവും ആത്മാവായ ഏക ദൈവത്തോടുമാണ്. ആത്മാവ്, ആ ദൈവം ഒരേ ആത്മാവാകുന്നു എന്ന് 1 കൊരിന്ത്യർ 12 വളരെ വ്യക്തമാകുന്നു. ദൈവം ഒരുത്തൻ മാത്രം, ദൈവം ഒരു ആത്മാവ്, പല പ്രവർത്തനങ്ങൾ. അപ്പോൾ ആയിരക്കണക്കിന്, നൂറായിരക്കണക്കിന് ഒരേ സമയത്ത് പ്രവർത്തിക്കുവാൻ പറ്റുന്ന, പല സ്ഥലത്തും പ്രവർത്തിക്കാൻ പറ്റുന്ന ആത്മാവ് ഒരു മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ആലയത്തിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയെ ചെയ്തു. അതാണ് ഞങ്ങൾ കാണുന്നത് ഇതിനകത്ത്. താങ്ക് യു. ഇനി അടുത്തത് പാസ്റ്റർ ജോർജ്, നമ്മുടെ സ്നാനമായിട്ടുള്ള വിഷയത്തിൽ ഡിസ്കഷൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. വൺ സെക്കൻഡ് ജോർജ് പാസ്റ്റർ, വൺ സെക്കൻഡ്. അപ്പം സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ആയിരിക്കണം എന്ന് നിങ്ങൾ പറയുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ അതിന്റെ എന്റെ ഒരു വെർഷൻ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് ചോദിച്ചാല്, മത്തായി 19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നുള്ള കൽപ്പന, അത് പ്രമാണിച്ചത് അപ്പോസ്തലന്മാർ ഏത് നാമത്തിലാണ്? അത് യേശുക്രിസ്തു നാമത്തിലാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് പ്രസംഗിക്കുന്ന സമയത്ത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തരും യേശുക്രിസ്തു സ്നാനം ഏൽപ്പീൻ എന്ന് പത്രോസ് പ്രസ്താവിക്കുമ്പോൾ ഈ മത്തായിയുടെ പുസ്തകം അവിടെ അച്ചടിച്ച് വെച്ചിട്ടില്ല. മത്തായിയുടെ പുസ്തകം പിന്നെ അച്ചടിക്കുന്നത് ഏതാണ്ട് 65-70 AD. അപ്പൊ അതിനു മുമ്പേ 1-ാം നൂറ്റാണ്ട് മുതൽ 3000 പേര്, പിന്നെ 5000 പേര്, പിന്നെ 7000 പേര് അങ്ങനെ സ്നാനപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. മാത്രവുമല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ എവിടെയും ആർക്കും സ്നാനം കൊടുത്തായിട്ട് രേഖ ബൈബിളിലില്ല. ഒരു വിശ്വാസികൾ ഏറ്റതായിട്ടും ബൈബിൾ ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഒബ്സർവേഷനിൽ മനസ്സിലാക്കുന്നത്, പൗലോസ് പറഞ്ഞു വിശ്വാസം 1, സ്നാനം 1, ദൈവം ഒരുവൻ. അങ്ങനെയെങ്കിൽ സ്നാനം 1 എന്ന് പറഞ്ഞ പൗലോസ് 12 ശിഷ്യന്മാരെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉള്ളതുകൊണ്ട് ആ വിശ്വാസം 1, സ്നാനം 1 എന്ന് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ച സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആയിരിക്കണം. മാത്രവുമല്ല, കൊലോസ്യർ 3:17 പറയും, വ്യക്തമാണ്, വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും യേശുക്രിസ്തുവിന്റെ അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ പഠിച്ചത് ഈ ഡിസ്കഷനിൽ നിന്ന്. കഴിഞ്ഞോ? ഞാൻ മുമ്പേ വിൽസൺ ബ്രദർ പറഞ്ഞ കാര്യം, സൈമർ പറഞ്ഞ താക്കോലിന്റെ നമുക്ക് പിന്നെ വരാം. വിൽസൺ ബ്രദർ പറഞ്ഞെടുത്ത് വിൽസൺ ബ്രദർ പറഞ്ഞ ആ വിഷയം തന്നെ എടുക്കുകയാണ്. യോഹന്നാൻ 17 യേശു പറഞ്ഞു, പിതാവേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന്. അപ്പോൾ പുത്രൻ ഈ പ്രാർത്ഥിച്ചത് ആരോടാണ്? പുത്രൻ ആരോടാണ് ആവശ്യപ്പെട്ടത്? ദൈവത്തോട്. മനുഷ്യത്വം ദൈവത്വത്തോട് ആത്മാവിൽ പ്രാർത്ഥിക്കും. അപ്പൊ യേശു ആരാ? യേശു ദൈവത്തിന്റെ വെളിപ്പാട്. രണ്ട് വ്യക്തി അല്ല. ഇനി ഒന്നുകൂടെ,
യോഹന്നാൻ 1-ാം അധ്യായത്തിലെ കാര്യം വിൽസൺ തന്നെ കോട്ട് ചെയ്തല്ലോ. ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല. അവിടെ പ്രത്യേകം ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നു, അവന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അത്രേ അവനെ വെളിപ്പെടുത്തിയത്. അവൻ ആരുടെ മടിയിലായി പുത്രൻ ഇരുന്നത്? അത് പാസ്റ്റർ ഒന്ന് ഒറിജിനൽ വെർഷനിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ബോസം എന്നാ പറയുന്നത്. ബോസം എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാ പറയുന്നത്. അപ്പോൾ ആ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരേ സ്പിരിറ്റ് ആണെന്നാണ് കറക്റ്റ്. നമുക്ക് 1 കൊരിന്ത്യരില് നമുക്ക് വെളിപ്പാട് കിട്ടുന്നത്. ക്രിസ്തുവും അതുപോലെ തന്നെ ഒരേ ആത്മാവ് തന്നെ, ദൈവത്തിന്റെ ഒരേ ആത്മാവ് തന്നെയാണ് ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു അതെങ്ങനെ വിൽസനെ വെക്കുന്നത്? കാരണം പുത്രൻ തന്നെ പറയുന്നു, പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അത്രേ അവനെ വെളിപ്പെടുത്തിയത്. അപ്പം വിൽസൺ മടിയിലല്ല, അത് ബോസം എന്നാണ്, ഹൃദയം എന്നാണ് അതിന്റെ മീനിങ്. അതെ, മടിയെന്ന് മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്, ബോസം ഇംഗ്ലീഷില്. ഇനി ബോസം ഹൃദയമാണെന്ന് പറയുന്നു. ഞാൻ ഹൃദയമാണെന്ന് തന്നെ ഞാൻ തൽക്കാലത്തേക്ക് അംഗീകരിക്കാം. അംഗീകരിച്ചാൽ തന്നെ വേറൊരാളുടെ ഹൃദയത്തിലല്ല ഒരാളിരിക്കുന്നത്. കർത്താവ് പ്രത്യേകം ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെ പാസ്റ്ററിന് അറിയാമല്ലോ. ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് ഒരേ ശരീരമാണ്, പല അവയവങ്ങളാണെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാ പിന്നെ യേശു ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ നേരത്തെ സ്വർഗത്തിലിരുന്നു, ഞാൻ തന്നെ ദൈവമായിട്ട് ദൈവത്തെ വെളിപ്പെടുത്താൻ ഞാൻ തന്നെ വന്നിരിക്കുന്നു പറഞ്ഞാൽ പോരായിരുന്നു? അങ്ങനെ നമുക്ക് പാസ്റ്റർ എങ്ങനെ നമുക്ക് വചനം എങ്ങനെ വെളിപ്പെടുത്തുന്ന അങ്ങനല്ലേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെയാണെങ്കിൽ സാത്താനും സ്വർഗത്തിൽ ഇരിക്കത്തില്ലേ പാസ്റ്റർ? എല്ലാരും ഇങ്ങനെ വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം ആത്മാവാണ്. അപ്പൊ ദൈവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് മാത്രമാണ്, മനുഷ്യത്വമല്ല ദൈവത്വം. മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാട് മാത്രമാണ്. അപ്പോൾ പുത്രൻ, ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പാസ്റ്ററിനോട് ചോദിക്കാനാണ്, ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊന്ന് പറയാം. ഈ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മള് മനുഷ്യത്വത്തിൽ അപ്പനും മകനെന്ന് പറയുന്ന ആ ബന്ധമല്ല. ദൈവത്വത്തിലെ ഈ പുത്രത്വം നിത്യതയിലേ ഉള്ള ഒന്നാണ്. പുത്രത്വം യേശുക്രിസ്തുവിന്റെ പുത്രത്വം പിന്നീട് ലഭിച്ച ഒന്നല്ല, അത് നിത്യതയിലെ പുത്രത്വം ഉള്ളതാണ്. അല്ല, ഞാൻ പറയുക ദൈവപുത്രൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ആദ്യമേ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു മനുഷ്യത്വത്തിൽ ഒരു വിവരണം, ഒരു ഡെഫിനേഷൻ പറയാൻ ഒക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പുത്രത്വം പിതാവ് പുത്രൻ പരിശുദ്ധമാവ് വരുന്നത് നിത്യത മുതലേ ഉള്ളതാണ്. അത് അത് നിത്യതയിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒരാളെങ്ങനെ പിതാവ്, ഒരാളെങ്ങനെ പുത്രനാവുന്നത്? ഒരു മിനിറ്റ്, അതങ്ങനെ നാമം വെച്ചിരിക്കുന്നത്. പുത്രൻ എന്നുള്ളത് നിത്യതയിലെ ഉള്ള നാമമാണ്. അതാ ഇപ്പൊ ഇങ്ങനെ പഴയ നിയമത്തിൽ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ പുത്രനും ഉണ്ട് ഇങ്ങനെയുണ്ട്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു. ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, മനുഷ്യൻ നമ്മിൽ ഒരുത്തനെ പോലെ നന്മകന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നു. ദൈവം പറഞ്ഞ കാര്യം അതിനകത്ത് നമ്മളില്ലയോ പാസ്റ്ററെ? ഒരു മിനിറ്റ്. ഉൽപ്പത്തി 3:21. അവിടെ നമ്മളില്ലയോ? അവിടെ നമ്മളില്ലയോ? നമ്മളവിടെ വരുന്നില്ലല്ലോ. എന്താ നമ്മുടെ ആത്മാവ് അവിടെ ഇല്ലായിരുന്നോ? അങ്ങനല്ലേ നമ്മൾ പാപികളായത്? അല്ല, ആദാമിനെ കുറിച്ച് പറയുന്നല്ലോ, നമ്മിൽ ഒരുത്തനെ പോലെ. ആ വാക്യം വായിക്കാം ഞാൻ. വായിച്ചു. അത് വേണമെങ്കിൽ ജോയ് പാസ്റ്റർ പറയട്ടെ. എന്റെ ജോയ് പാസ്റ്റർ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 22-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പൊ ദൈവം പറയുന്നു മനുഷ്യനും നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പൊ ദൈവം പാപിയായി തീർന്നോ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റർ പറയുന്നതെന്ന് പറഞ്ഞാൽ യേശു അപ്പം പാപിയായി തീർന്നെന്നാണോ പറഞ്ഞിരുന്നത്? അവിടെ വായിച്ച വാക്യം കേട്ടില്ലേ? പാപം അല്ല അവിടെ പറഞ്ഞേക്കുന്നേ. അല്ല, നമ്മളെ പോലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, ഒരു സെക്കൻഡ്, നമ്മളെ പോലാണോ യേശു? യേശു നമ്മളെ പോലാണോ? നമ്മളെ പോലാണെന്നാ പലരും പറയുന്നത്. ഇല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ജന്മനാൽ പാപിയാ, യേശു ജന്മനാൽ പാപിയല്ല. യേശു പാപിയായിരുന്നു, പിന്നെ നമ്മെ രക്ഷിക്കാനൊക്കത്തില്ലല്ലോ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് കറക്റ്റ്. അതങ്ങനെ ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പാപികളാണ്. ആദം പാപിയായി,
അപ്പം ഈ നമ്മളെ ഈ പോലായെന്ന് വാക്യം ഈ പറയുമ്പോഴത്തേക്ക് ആദം വാക്യം പാപിയായിരുന്നു. ദൈവം പറയുന്നു നമ്മിൽ ഒരുത്തനെ പോലെ മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ച് അറിവാൻ തക്കവണ്ണം അറിവുള്ളവനായി തീർന്നു ആ എന്ന് ദൈവം തന്നെ പറയുന്നു. അപ്പൊ ദൈവം പറയുന്നു നമ്മിൽ ഒരുത്തനെന്ന്. അപ്പൊ ആ 3 വ്യക്തികൾ ആരാ? അല്ലെങ്കിൽ അത് നമ്മളുണ്ട് പാസ്റ്ററെ. ഞാൻ മൂന്ന് അവിടെ അതെന്നാ ഇല്ല, പറഞ്ഞു മൂന്ന് അവിടെ വരുന്നത്. ഇല്ല. മൂന്ന് അവിടെ ഇല്ല എന്തായാലും. ആ ഈ പാസ്റ്ററിന് ഈ 3 എവിടുന്നാ കിട്ടിയ അവിടെ? അവിടെ പിതാവും പുത്രനും പരിശുദ്ധനും വേറെ വേറെ പറഞ്ഞിട്ടില്ലയോ? എവിടെ പറഞ്ഞിട്ടുണ്ട്? ആ വാക്കിനകത്ത് എവിടെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നു? മത്തായിയുടെ സുവിശേഷം കർത്താവ് പറഞ്ഞ എന്തുവാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അല്ല, അത് ഒരു വാക്യല്ലേ ഉള്ളു. ഞാൻ ചോദിക്കട്ടെ, ആദിയിൽ പുത്രൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാക്യമുണ്ടോ പാസ്റ്ററെ? ആദിയിൽ പുത്രൻ ഉണ്ടായിരുന്നു. ആദിയിൽ പുത്രൻ. മീഖ പറയുന്നു അവന്റെ ഉത്ഭവം പുരാതനമേ എന്ന് പറഞ്ഞാൽ ഫ്രം ഏൻഷ്യൻ ടൈം ഹീസ് എന്ന് പറഞ്ഞാൽ പുരാതനം എന്ന് പറഞ്ഞാൽ ആ പുരാതനത്തിനകത്ത് മനുഷ്യർക്ക് ഒരു അതിരില്ല. അല്ല, പക്ഷെ അത് യോഹന്നാൻ പിന്നെ ക്ലിയർ ആക്കുന്നുള്ളൂ അത് ആരാണെന്ന്. അത് വചനമാണല്ലോ. വചനം എന്ന് പറഞ്ഞാൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ ആദിയിൽ നമ്മൾ ഉൽപ്പത്തി കാണുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് അവിടെ സകല സൃഷ്ടിയും ചെയ്യുന്നതെന്നാ കാണുന്നത്, ദൈവത്തിന്റെ ആത്മാവ്. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ജഡമായി തീർന്നു എന്നാ പറയുന്നത്. അപ്പൊ ജഡമായി തീർന്നപ്പോഴാണ് പുത്രനായി തീരുന്നത്. അല്ലാണ്ട് പുത്രൻ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ജനിക്കണം, അവൻ വളരണം, മരിക്കണം. ഈ 3 കാര്യങ്ങൾ പുത്രനുണ്ട്. കറക്റ്റ്. ആ വാക്യം മുഴുവൻ പറയണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മനുഷ്യനായി തീർന്നു. വാക്യം അതങ്ങനെയല്ലേ നടക്കുന്നത്? അപ്പോഴാണ് പുത്രനാവുന്നത്. അല്ലല്ല, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. അത് മനുഷ്യപുത്രനാണ്. മനുഷ്യനായി വന്നപ്പോഴത്തെ പുത്രത്വം അത്. അതാണ്. അല്ലാതെ പുത്രത്വം ഇല്ല. സ്വർഗത്തിൽ പുത്രത്വം ഇല്ലല്ലോ. അല്ലേലും ആദിയിൽ വചനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ദൈവപുത്രൻ എന്നുള്ള പദവിയെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്തതാണ് ഇതിനെല്ലാം കാരണം. ആദം ദൈവപുത്രനായിരുന്നു. ദൈവത്തിന്റെ ആത്മാവാൽ ജനിക്കുന്നവനാണ് ദൈവപുത്രൻ എന്ന പദവി ലഭിക്കുന്നത്. ആദം ദൈവപുത്രനായിരുന്നു. ശലോമോൻ ദൈവപുത്രനാണെന്ന് പറയുന്ന അവൻ എനിക്ക് പുത്രനാകും, ഞാൻ അവന് പിതാവുമായിരിക്കുമെന്ന ശലോമോനെ പറ്റി പറയുന്നത് ദാവീദിനോട്. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു പദവി എന്ന് പറഞ്ഞാൽ ആദ്യം മനുഷ്യത്വത്തിന് ലഭിക്കുന്ന ഒരു പദവിയാണ് ദൈവപുത്രൻ. അതിൽ ഏക ദൈവപുത്രൻ ആരാണ്? അത് ദൈവം തന്നെ ജഡമെടുത്ത് വന്നതാണ് ഏക ദൈവപുത്രൻ. ഏകപുത്രൻ എന്ന് പറയുന്നത് ദൈവം തന്നെ. വചനം എന്ന ആത്മാവ് ദൈവം തന്നെ. വചനം ദൈവമായിരുന്നു, ദൈവം ജഡമായി തീർന്നപ്പോൾ ഏകപുത്രൻ. അതായത് പല പുത്രന്മാരെ നീതിയിൽ നയിക്കുവാൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പല പുത്രന്മാർ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയെ തോൽപ്പിക്കുവാൻ, അവരെ മരണത്തിന്റെ ഭീതിയിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി അവൻ കടന്നു വന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ പറഞ്ഞ കേട്ടിട്ട് ഞാൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങളോട് ചോദിച്ചു, യേശു വെള്ളത്തിൽ നിൽക്കുമ്പോൾ യേശുവിനോട് സംസാരിച്ചത് ആര്? 2 ഉൽപ്പത്തി 3:22 വാക്യം ദൈവം പറയുന്നു നമ്മിൽ ഒരുത്തനെ പോലെ എന്ന് ദൈവം തന്നെ പറയുന്നു. ആ നമ്മിൽ നിന്നുള്ള ബഹുത്വം ആരെല്ലാമാണ്? പിന്നെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോഴും പറഞ്ഞു നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും സൃഷ്ടിക്കും. നമ്മുടെ എന്ന് പറയുന്നു നാം എത്ര പേര്? ഓക്കെ, അതിനുവേണ്ടി പാസ്റ്റർ ബൈബിൾ ഇരിപ്പുണ്ടോ പാസ്റ്ററിന്റെ കയ്യിൽ? അവിടെ സക്കറിയ 12 ഒന്ന് വായിച്ചേ. 12:1 ഒന്ന് വായിച്ചേ. ആരെങ്കിലും ഒന്ന് വായിച്ചേ? ആരെങ്കിലും ഒന്ന് സക്കറിയ 12:1 ഒന്ന് വായിച്ചേ. ഞാൻ ഈ ചോദിച്ചാൽ ഉത്തരം പറ. ഈ 3 പേര് അതിന് ഉത്തരം അവിടെ 12:1 ഞാൻ വായിച്ചു തരാം വേണമെങ്കിൽ. ജോസ് പാസ്റ്റർ മലയാളത്തിൽ വായിപ്പിക്കാൻ വേണ്ടി പുസ്തകം 12:1 വായിക്കാമോ? ഞാൻ POC ബൈബിളാ എന്റെ ഇരിക്കുന്നത്. വായിച്ചു മതിയോ? വായിച്ചു. അരുളപ്പാട്, ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിന്റെ അരുളപ്പാട്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യന്റെ പ്രാണനെ അവന്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്തു.
ഓക്കെ, മനുഷ്യന്റെ പ്രാണനെ ആദ്യമേ ആദത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ തന്നെ മനുഷ്യന്റെ പ്രാണനെ സൃഷ്ടിച്ചു കഴിഞ്ഞു. എല്ലാ മനുഷ്യന്റെ പ്രാണനെ സൃഷ്ടിച്ചിട്ട് ആദത്തിലോട്ട് ഊതിയപ്പോഴത്തേക്ക് അവിടെ നമ്മൾ എല്ലാവരും ഉണ്ട്. ഈ വരാൻ പോകുന്ന ഭാവി വരാൻ പോകുന്ന എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അബ്രാഹാം ലേവി ആദ്യമേ തൈത്ത് കൊടുത്തേക്കുന്ന അബ്രാഹാമിന്റെ ത്രൂ ആണെന്ന് പറയുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അബ്രാഹാം ആ ഊതിയ ആത്മാവേതാ? ആ ഊതിയ കാറ്റേതാ? ഊതിയ കാറ്റ് മനുഷ്യന്റെ ദൈവം ഊതിയതാണ്. മനുഷ്യന്റെ ആത്മാക്കളെയാണ് ആദത്തിലോട്ട് ഊതിയത്. അത് ഏതാ? എവിടുന്ന ആത്മാവ്? ദൈവത്തിൽ നിന്ന്. മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലേ ഊതിയത്? സൃഷ്ടിച്ചത്. ശ്രദ്ധിച്ച് കേട്ടിട്ട്, മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ഫോം ദ സ്പിരിറ്റ് ഓഫ് മാൻ വിതിൻ ഹിം എന്നാ പറഞ്ഞേക്കുന്നത്. അവന്റെ ശരീരത്തിനകത്താണ് മനുഷ്യന്റെ ആത്മാവിനെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരത്തിലോട്ട് നമ്മൾ ഒന്നാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ക്രിസ്തുവിന്റെ ശരീരത്തിലോട്ട് ആവുന്നത്? നിങ്ങൾ പറയുന്നത് തന്നെ ഞാൻ ചോദിക്കുന്നു. ആദ്യമേ മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലയോ ആത്മാവിനെ അവനിലാക്കിയത്? അല്ലല്ലോ, ആദ്യമേ ആത്മാവല്ലയോ, പിന്നല്ലയോ ഇതെല്ലാം സൃഷ്ടിയെല്ലാം വരുന്നത്. ആത്മാവല്ലയോ ആദ്യം ഉള്ളത്. മനുഷ്യന്റെ കാര്യമല്ല പറയുന്നത്. മണ്ണുകൊണ്ട് ഉണ്ടാക്കി ദൈവം ആത്മാക്കളുടെ പിതാവാണ്. ആണോ? എല്ലാ ആത്മാക്കളുടെയും, അതായത് ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിലേക്ക് മടങ്ങുന്ന ബൈബിൾ പറയുന്നത്. അപ്പം മനുഷ്യൻ, അതായത് മനുഷ്യ ജഡത്തിൽ ഈ ലോകത്ത് വന്നിട്ടുള്ള എല്ലാവരുടെയും അതായത് ആത്മാവ് മൃഗങ്ങൾക്കില്ലല്ലോ, ഉണ്ടോ? ഇല്ല. മനുഷ്യർക്കെല്ലാം ആത്മാവുണ്ട്. ഈ മനുഷ്യന്റെ എല്ലാ ആത്മാക്കളുടെ പിതാവ്, ഉടയവനാണ് ദൈവം. എന്ന് വെച്ചാൽ ആത്മാക്കളുടെ പിതാവാണ്. ആ പിതാവിലാണ് എല്ലാ ആത്മാക്കളും ഉള്ളത്. മനുഷ്യനിലെ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യനിൽ എത്ര ആത്മാക്കളുണ്ട്? മനുഷ്യനിൽ ഒരു ആത്മാവുള്ളൂ. ഒരാത്മാവേ ഉള്ളൂ. അപ്പൊ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആ ആത്മാക്കൾ ഏതാ? ആത്മാക്കൾ ഒരാളുടെ അല്ല, ആയിരക്കണക്കിന് ആത്മാക്കളുടെ പിതാവാണ് ദൈവം. 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, ബില്യൺസ് ആൻഡ് ട്രില്യൺസ്. അപ്പൊ അത് ശരി. അപ്പോൾ എല്ലാവരുള്ള ആത്മാവ് ഒന്ന് തന്നെ അല്ലയോ? ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവല്ലേ? അതെ അതെ. അപ്പൊ അത് ഒരാത്മാവേ ഉള്ളൂ. മനുഷ്യർ അനേകരായതുകൊണ്ട് നാം എല്ലാ മനുഷ്യരും കൂടെ ചേർത്ത് ബഹുവചനത്തിൽ ആത്മാക്കൾ എന്ന് പറയുന്നു. ആ ആത്മാക്കളും ദൈവം നൽകിയ ഏക ആത്മാവ് ഒരുപോലെ അല്ല. അതേതാ? അതേതാത്മാവാ? ദൈവം ഇപ്പൊ നമ്മള് ബ്രദറിന്റെ പേരെന്തുവാ? എന്റെ പേര് ജോസും ജോർജും. എന്റെ പേര് ജോർജ്. ജോസും ജോർജും നമുക്ക് തന്ന ആത്മാവ് ദൈവത്തിന്റെ ഒരാത്മാവാ. പക്ഷെ നാം പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും രണ്ടാത്മാക്കളാന്ന് നമ്മൾ പറയും. എന്നാൽ അതേസമയം നമ്മിലുള്ള ഒരാത്മാവേ ഉള്ളത് ദൈവത്തിന്റെ ആത്മാവാ. അതിനകത്ത് ഒരു കാര്യമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ആത്മാവിനുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യർക്കും തന്നിരിക്കുന്ന ഒരു ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസൽ മാതിരിയാണ്. അതിൽ ഒന്നെങ്കിൽ മറ്റ് ആത്മാക്കൾക്ക് വസിക്കുക, അതായത് പിശാചിന്റെ ആത്മാവിന് വസിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വസിച്ചുകൊണ്ട് വേല ചെയ്യുമ്പോഴാണ് അവനൊരു ദൈവപുത്രനായിത്തീരുന്നത്. ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ച് ദൈവപുത്രനായിത്തീരുന്നത് ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. സകല ആത്മാക്കളുടെയും ദൈവം എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ ഈ പറയുന്നത്. മറ്റേ ദുഷ്ടാത്മാവിനെ നമുക്ക് ചിന്തിക്കേണ്ട. ദുരാത്മാക്കളല്ല, ദൈവം ആത്മാവായ ദൈവത്തിന്റെ ആത്മസന്തതികളുടെ പിതാവ്. അതാണല്ലോ ആത്മാക്കളുടെ ദൈവം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് യേശു പറയുന്നത്, എന്റെയും നിങ്ങളുടെയും പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോകുന്ന യേശു പറഞ്ഞ അതുകൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോകുന്ന യേശു പറഞ്ഞ അതുകൊണ്ടാണ്. അതായത് യേശുവിലുള്ള ആത്മാവ്, ദൈവം മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ദൈവം ആത്മാവായ ദൈവം ജഡമെടുത്ത് വന്നപ്പോൾ ജഡത്തിലിരുന്ന കർത്താവ് മരണശേഷം പറയുകയാണ്, വീണ്ടെടുത്തതിന് ശേഷം ഞാൻ എന്റെയും നിങ്ങളുടെയും പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോകുന്നു.
പിതാവ് മാത്രമല്ല, ദൈവവും പിതാവും എന്നാ പറഞ്ഞത്. ദൈവം ദൈവവും പിതാവും. പിതാവുമായ എല്ലാവർക്കും ദൈവം പിതാവുമായവൻ. അതെ, അതാണ് മലാഖി 2:10 പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ദൈവം സൃഷ്ടിച്ചത്. യേശു ആ പറഞ്ഞത് തന്റെ മനുഷ്യത്വത്തിൽ ഇവിടെ ആയിരുന്നത് കൊണ്ടാണ്. മനുഷ്യത്വത്തിൽ നമ്മെ തന്റെ സഹോദരന്മാരായിട്ട് കരുതി. ആ കർത്താവിനെ പറയുന്നത് നിങ്ങൾ ഇനി സ്നേഹിതരല്ല സഹോദരന്മാരാണെന്ന്. അപ്പൊ നമ്മെ തന്റെ സഹോദരന്മാരായിട്ട് കരുതി. അത് മനുഷ്യത്വത്തിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞു മനുഷ്യത്വത്തിലാ പ്രാർത്ഥിക്കുന്നത് മനുഷ്യത്വത്തിൽ തന്നെയാണ്. അപ്പൊ മനുഷ്യത്വത്തിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, മനുഷ്യത്വത്തിൽ ഇരിക്കുമ്പോൾ യാചിക്കും, മനുഷ്യത്തിൽ വിഷമിക്കും, ദാഹിക്കും, തിന്നും. അപ്പോൾ ഞാനും നീയും എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തി ആവുന്നില്ല. അത് ദൈവത്തിന്റെ യേശു എടുത്ത മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തിലാണ് അവിടെ പ്രവൃത്തികൾ നടക്കുന്നത്. അത് നമ്മൾ വ്യക്തിത്വമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് യേശു ഭൂമിയിൽ അത് പ്രാർത്ഥിച്ചു. ആരോടാ പ്രാർത്ഥിച്ചത്? മനുഷ്യത്വം ദൈവത്തോട് പ്രാർത്ഥിച്ചു. മനുഷ്യനായ ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ചു. സമ്പൂർണ്ണ ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. യേശു സമ്പൂർണ്ണ ദൈവമാണെങ്കിൽ പിന്നെ കത്തോലിക്കര് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിന് എന്താ തെറ്റ്? കത്തോലിക്കര് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കും, അറിയാമോ പാസ്റ്റർക്ക്? അറിയാം. അപ്പൊ സമ്പൂർണ്ണ ദൈവത്തെയാണ് മറിയ പ്രസവിച്ചതെങ്കിൽ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിന് എന്ത് കുറ്റം പറയും? അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അതിനകത്ത് നമ്മൾക്ക് ഏറ്റക്കുറച്ചൊന്നും പറയരുത്. അതിന് കാരണം പറയണം. ദൈവം മറിയ പ്രസവിച്ച സമ്പൂർണ്ണ ദൈവത്തെ ആണെങ്കിൽ യേശു മറിയയുടെ മകനല്ല, മറിയ യേശുവിന്റെ അമ്മയുമല്ല. എന്നാൽ കേൾക്കണം, മുഴുവൻ പറഞ്ഞിട്ടേ കേൾക്കാവൂ. അങ്ങനെയല്ലെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. ദൈവമായിരുന്ന പുത്രന് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരേണ്ടതിന് വേണ്ടി ഒരു പാത്രം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം കടമെടുത്തൊരു പാത്രമാണ് മറിയ. ഇനിയും പ്രസവിച്ചത് ദൈവത്തെയാണോ? മറിയ പ്രസവിച്ചത് ദൈവത്തെയാണോ? അല്ല, മനുഷ്യനെ. പിന്നെ ദൈവം പാസ്റ്റർ പറഞ്ഞ സമ്പൂർണ്ണ ദൈവമാണെന്ന് പറഞ്ഞത് എന്തായാലും മറിയ പ്രസവിച്ചല്ലേ വന്നത്, അല്ലാതെ ചെവി കൂടെ ഒന്നും വന്നല്ലേ, കർണം വന്ന പോലെ. കൊലോസ്യർ 2:9 ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അവനിലല്ല വസിക്കുന്നത്. അപ്പൊ ദൈവം അത് ക്രിസ്തുവിന്റെ കാര്യം, അത് പാസ്റ്റർ പറയുന്ന കാര്യം കറക്റ്റാ. എന്റെ ചോദ്യം അവിടെയല്ല പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞ യേശു ക്രിസ്തു ജനനത്തിലെ മുതലേ സമ്പൂർണ്ണ ദൈവം എന്ന് പാസ്റ്റർ ആദ്യം പറഞ്ഞോണ്ടാ പറഞ്ഞത്. ജനനം മുതലേ ദൈവം എന്ന് പറഞ്ഞോണ്ടാ പറഞ്ഞത്. പാസ്റ്ററെ ഞാനൊരു സംശയം ചോദിച്ചു, ജനനത്തിലെ ദൈവമായിരുന്നോ? അല്ല, അതിനകത്ത് ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. ഇതിനകത്ത് മനുഷ്യത്വത്തിൽ നിൽക്കുമ്പം കർത്താവ് പറയുന്നുണ്ട്, കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, നിന്റെ തിരിച്ചുവരവ് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ അത് എനിക്ക് നൽകപ്പെട്ടിട്ടില്ല, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നത്. അവിടെ സമ്പൂർണത ഇല്ല. സമ്പൂർണത വരുന്നത് എപ്പോഴാണ്? അവൻ വാഴ്ത്തപ്പെടലിന് ശേഷമാണ് സമ്പൂർണത അവനിൽ വസിക്കുന്ന ആത്മീയ ശരീരമാണെന്നാ പറയണത്. എന്താന്ന് വെച്ചാൽ 1 കൊരിന്ത്യർ പറയുന്നു, ഒന്നാമത്തെ ആദം ജീവിപ്പിക്കുന്ന ദേഹിയായി തീർന്നു, രണ്ടാമത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ആത്മാവാണ്, ആത്മീയ ശരീരമാണ് അത്. അത് മനുഷ്യന്റെ ദേഹശരീരമല്ല, ആത്മീയ ശരീരത്തിലാണ് സമ്പൂർണത ഉള്ളത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോളാം. ഈ സൈമൺ ബ്രദറിനും വിൽസൺ ബ്രദറിനും ഒക്കെ ഒരു ശകലം മലയാളത്തിന്റെ കുഴപ്പമുണ്ട്. അവർ ഉദ്ദേശിച്ചത് തേജസ്കരിക്കപ്പെട്ടെന്നാ. വാഴ്ത്തപ്പെട്ടെന്ന് പറയുമ്പോൾ തേജസ്കരിക്കപ്പെട്ടെന്ന് പറയുന്നതിന്റെ ഒരു അത് ആ വാക്ക് പാസ്റ്റർ അങ്ങനെ എടുക്കരുത്. ഗ്ലോറിഫൈഡ് ബോഡി എന്ന് അതിന്റെ അർത്ഥം. ഗ്ലോറിഫൈഡ് ബോഡി വാഴ്ത്തപ്പെട്ടെന്ന് അവർ പറഞ്ഞതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ബ്ലസ്സഡ് ബോഡി എന്ന് പറയുന്നത് അനോയിന്റഡ് വൺ തന്നെയാണല്ലേ? അനോയിന്റഡ് വൺ എന്നാ പറയുന്നത്. അനോയിന്റഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവാണ് അനോയിന്റ് ചെയ്തിട്ട് അതിനകത്ത് ആ പാത്രത്തെ വീണ്ടെടുത്തിട്ട് ആ പാത്രത്തെ ആത്മീയ പാത്രമാക്കി തീർത്തിട്ട് അതിൽ സമ്പൂർണത വസിക്കുന്നത്. അതിനകത്ത് മലയാളത്തിലെ ആ പദം ഉണ്ടല്ലോ, വാഴ്ത്തപ്പെട്ടെന്ന് പറയുന്നത് ഗ്ലോറിഫൈഡ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ആ കുഴപ്പം ബ്രദർ ഉദ്ദേശിച്ച കറക്റ്റാ. ആ മലയാള വാക്കിന്റെ കുഴപ്പമാണത്. വാഴ്ത്തപ്പെട്ടതല്ല, ഗ്ലോറിഫൈഡ് മഹത്വവൽക്കരിക്കപ്പെട്ട. ഞാന് മലയാളം അവർക്ക് മലയാളം ടച്ച് കുറവുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളത് അത് കുഴപ്പമല്ലത്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഐ അഡ്മിറ്റ് ഇറ്റ്. ഓക്കെ,
സ്നാനം എന്ന വിഷയം അവിടെ ക്ലോസ് ചെയ്യും. ഇപ്പൊ നമ്മൾ തൃത്വത്തിലാണ് നിൽക്കുന്നത്. ഇല്ല, ക്ലോസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ടാ. അല്ല, മുമ്പേ ഏബ്രാംകുട്ടി പറഞ്ഞു അതവിടെ ഇങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനാണെന്ന് പറഞ്ഞു. ജ്ഞാനം തീർന്നില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് തൃത്വത്തിലേക്ക് നീങ്ങാം, ഇനി വേണം, കുഴപ്പമില്ല. ശരിയാവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം നമുക്ക് ഒരാൾ തമ്മിൽ സംസാരിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാ, ഇന്ന് ജോസ് പാസ്റ്ററും കൂടെ സംസാരിക്കും. ബെസ്റ്റ്. പറഞ്ഞാട്ടെ പാസ്റ്റർ. പാസ്റ്റർ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ പാസ്റ്റർ പറഞ്ഞ് ഉൽപ്പത്തി 3:21 അവര് പറഞ്ഞു നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെയായി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ അവര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിയാണ് ഈ കൗൺസിലിംഗ് നടത്തിയതെന്ന് എവിടെയെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റുന്ന വാക്യങ്ങളുണ്ടോ? അതായത് വചനം പറയുന്നുണ്ട് പുത്രൻ. അല്ല, നമ്മള് സ്പെക്കുലേഷൻ, പാസ്റ്റർ ഭാവന പറയരുത്, പാസ്റ്റർ അതിന് ഇണവാക്യം പറയണം. എന്റെ ഭാവനയല്ല, വചനത്തിൽ എഴുതിയ വചനത്തിലെ കാര്യമാണ്. പുത്രൻ നിത്യനാണ്. പുത്രൻ നിത്യനല്ല. അല്ല, എബ്രായത്തിൽ പറയുന്നു നീയോ അനാദ്യനായിട്ട് എന്നേക്കുള്ളവനെന്ന് പുത്രനെ കുറിച്ച് എബ്രായത്തിൽ പറയുന്നു. എങ്ങനെ 2-ാം അധ്യായത്തിലെ കാര്യമാണോ പാസ്റ്റർ പറയുന്നത്? പാസ്റ്റർ മുഴുവൻ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നോട് അങ്ങനെ ചോദിക്കും. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം, പാസ്റ്റർ മുഴുവൻ ബൈബിള് വിശ്വസിക്കുന്നുണ്ടോ? 66 ബുക്സും നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടല്ല എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത്. അതല്ല, ഞാൻ വിശ്വസിക്കുന്നോണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. പാസ്റ്ററെ, ബൈബിളിൽ എഴുതിയേക്കുന്നത് യേശുക്രിസ്തു നിത്യപിതാവുന്ന. അപ്പം പാസ്റ്റർ ഞാനും പിതാവാണല്ലോ, എനിക്കും പാസ്റ്റർക്കും മക്കളുണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്, ഉണ്ടായിരിക്കുമല്ലോ എന്ന്. വയസ്സായ മക്കളും കൊച്ചുമക്കളൊക്കെ കാണും. അപ്പൊ ഞാനും ഒരു മകനാണ്. പക്ഷെ ഐ എം നോട്ട് എ എറ്റേണൽ ഫാദർ, എറ്റേണൽ സൺ അല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അപ്പന്റെ മകനാണ്. ഐ എം എ ഫാദർ ടു. ഞാൻ ഒരു അപ്പനാണ്, പക്ഷെ ഞാൻ ഒരു നിത്യപിതാവല്ല. എന്റെ അപ്പൻ പിന്നെയുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഞാൻ പറയട്ടെ. എസ് 9:6 പറയുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇതാരെ കുറിച്ച് പറഞ്ഞേക്കുന്ന പാസ്റ്റർ പറയുന്നത്? യേശുവിനെ കുറിച്ച്. അപ്പൊ യേശുവിനെ കുറിച്ച് അവിടെ പറയുന്നത് ഒരിടത്ത് നിത്യപിതാവ് എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് മറ്റൊരിടത്ത് നിത്യപുത്രൻ എന്ന് പറയുമോ? അതുകൊണ്ടാണ് ചോദിച്ചാൽ ബൈബിൾ മുഴുവൻ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ച കാര്യം. ഞാൻ മുഴുവൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. അതുപോലെ ഞാൻ അതിന്റെ ചോദ്യം ആദ്യം നിങ്ങൾ ചോദിച്ചു. ദൈവം പറഞ്ഞു നമ്മിൽ ഒരുത്തൻ എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ഈ നമ്മിൽ ഒരുത്തൻ എന്നുള്ള ആ ബഹുത്വം? അവിടേക്ക് വരാം. നമ്മള് ദൈവം നമ്മിൽ എന്ന് പറയുമ്പോ ദൈവം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ അല്ലെ ദൈവം ഒരു കാര്യത്തിന് വരുമ്പോ ദൈവം തന്നെയാണോ വരുന്നത്? അതോ ആർച്ചേഞ്ചലുകൾ, ദൈവത്തിന്റെ വിശിഷ്ടമാല ദൂതന്മാരുണ്ടാവുമോ? അയ്യോ എന്റെ സഹോദര, ദൈവം പറയുന്നു നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ. അതന്നെ ഞാൻ പറയുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൂതന്മാരെ കൂട്ടി വിളിച്ചോ? സൃഷ്ടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയുന്നത് സൃഷ്ടിയുടെ കാര്യത്തിൽ പറയുമ്പോ ദൈവം സൃഷ്ടി നടത്താൻ വരുമ്പോ ഇപ്പൊ ഞാൻ പറയാ, ഇപ്പൊ നമ്മളൊരു ഹ്യൂമൻ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഞാൻ പറയാണ് നമ്മുടെ അടുത്ത് 2 പേരുണ്ട്. അപ്പൊ എനിക്കാണ് ആക്ച്വലി ഒരു മാർക്കറ്റിലേക്ക് പോകേണ്ടത്. നമുക്ക് മാർക്കറ്റിൽ പോയാലോ എന്ന് ഞാൻ എന്റെ അടുത്തേക്ക് 2 പേരോട് ചോദിച്ചു. ശരി ആയിക്കോട്ടെ എന്ന് പറയും. അല്ലെ, ഞാനാണ് മാർക്കറ്റിൽ പോകുന്നത്, എനിക്കാണ് സാധനം വാങ്ങേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ വിശേഷ ദൂതന്മാര് മിഖായേലും അല്ലെങ്കിൽ ഗബ്രിയേലും ഒക്കെ ദൈവത്തിന്റെ കൂടെ ഉണ്ടാവുമോ? അതോ ദൈവം ഭൂമിയിലേക്ക് വരുമ്പോ അവരവിടെ ഇരുത്തിയിട്ട് വരുമോ? അപ്പം സഹോദരൻ സ്ഥാപിക്കുന്ന എന്തോ അതുകൊണ്ട് പറ. ഞാൻ പറയുന്നത് ദൈവം അവിടെ വന്നപ്പോ ദൈവത്തിന്റെ ദൂതന്മാര് പ്രത്യക്ഷനാകുമ്പോ, ദൈവം പ്രത്യക്ഷമാകുമ്പോ ദൂതന്മാരും പ്രത്യക്ഷമാകും. അതായത് ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ 3 പുരുഷന്മാര് അബ്രഹാമിന്റെ മമ്ര എടുക്കുക അബ്രഹാമിന്റെ തോപ്പിൽ വന്നായിരുന്നോ? ആ 3 പേരിൽ ഒരാള് ദൈവവും 2 പേര് 2 ദൂതന്മാരുമാ. അത് ആ 3 പേരും ദൈവമാണെന്ന് അവിടെ വാക്യങ്ങളില്ലയോ? ആ 3 പേര് അവൻ അബ്രഹാമിനോട് പറഞ്ഞു എന്ന് പറയുന്നു. വാക്യം പറയതാമ
18-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ 3 പേരും ദൈവമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അല്ല നിൽക്കാൻ പറ്റില്ല, അവിടെ ക്ലിയർ ചെയ്ത് പോവാം, അവിടെ ക്ലിയർ ചെയ്ത് പോവാം നമുക്ക്. അതിന് മുമ്പേ എന്റെ ചോദ്യത്തിന്റെ അവിടെ നിങ്ങൾ വ്യക്തമാക്കണം. ഞാൻ ചോദിച്ച ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവസരിക്കുന്നത്. ഈ പാസ്റ്റർ പറയുന്ന 3 പേര് അവർ ആലോചിച്ചെന്ന് പറയുന്നിടത്തുനിന്നാണ് ഞാൻ ഈ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. 3 പേരില്ല എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടെ 3 പേരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പേ എന്റെ ചോദ്യം ക്ലിയർ ആയിട്ട് ഉത്തരം തന്നില്ല. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാന്നുള്ളതും അതാണ് ഞാൻ പറഞ്ഞത്. ദൈവം എങ്ങനെയാണ് സൃഷ്ടി നടത്തിയത്? ദൈവം ആരുടെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അതാ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ആരുടെ സൃഷ്ടിയില്ല? ദൈവത്തിന്റെ രൂപത്തിലാണ് സൃഷ്ടിച്ചത് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യ കോൺഫറൻസിൽ ബ്രദർ ഇല്ലായിരുന്നു. അന്നേരം ഞാൻ ഉത്തരം പറഞ്ഞതാണ്. ഞാനില്ലായിരുന്നു, പക്ഷെ ഞാൻ പറയാം കേട്ടോ. ഇതിനകത്ത് ഒരു സെക്കൻഡ് രണ്ടുപേരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വചനം യൂസ് ചെയ്യുക. എന്റെ ഇതില് ജോസ് പാസ്റ്റർ സൃഷ്ടിയുടെ ഭാഗം യെശയ്യാ 44:24 ഒന്ന് വായിച്ച് കേൾപ്പിച്ച കൊടുത്തേക്ക്. എത്ര പേരുണ്ടായിരുന്നു? ഓക്കെ, എന്റെ കൂടെ ആരും ഇല്ലായിരുന്നല്ലേ? 44 പാസ്റ്റർ ഒരു മിനിറ്റ് കേട്ടോ. യെശയ്യാ 44:24 നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്നല്ല പറഞ്ഞേക്കുന്നത്. പാസ്റ്റർ പറഞ്ഞ സ്ഥലത്തെല്ലാം പ്ലൂറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉൽപ്പത്തി 1:26-ലും 3:21-ലും പാസ്റ്റർ പ്ലൂറൽ ആയിട്ട് പറയുന്നത് ഞാൻ നിർമ്മിച്ചു, എന്നോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ലെന്നാ പറഞ്ഞു. പിന്നെ 27 കൂടെ കൂട്ടി വായിക്കണം. അതിനകത്ത് 27 കൂട്ടി വായിക്കുമ്പോൾ he created them in his own image എന്നാ പറയുന്നത്. in his own image അവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതെ, ആ ഓൺ ഇമേജ് തന്നെയാ ഞാനും പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്? നമ്മുടെ രൂപം പോലെ, നമ്മുടെ ഷേപ്പിൽ, നമ്മുടെ ബോഡിയിൽ വൺ ബോഡി അതിനകത്ത് ഫുൾനെസ്സിനകത്താണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ഞാൻ ലൈക്ക്നെസ് 1:21-1:26 തന്നെ പോകാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യ കോൺഫറൻസിൽ ഞാൻ ഈ കാര്യം വ്യക്തമാക്കി തന്നു. ഇപ്പൊ ഞാൻ എന്നെ എടുക്കുക, അല്ലെങ്കിൽ ജോസ് ബ്രദറിനെ എടുക്കുക. ജോസ് ബ്രദർ ഒറ്റ വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമാക്കി തന്നാണ്. അന്ന് ജോസ് ബ്രദറില്ലാത്തോണ്ട് ഒന്നുകൂടെ പറയാം. ജോസ് ബ്രദർ ഒറ്റ വ്യക്തിയാണല്ലേ? അതെ, ഒറ്റ വ്യക്തിയാ. അപ്പൊ ജോസ് ബ്രദറിൽ 3 ഘടകങ്ങളുണ്ടോ? 3 ഫാക്ടേഴ്സ് ഉണ്ടോ? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് അല്ലേ? ഇത് അംഗീകരിക്കുമല്ലോ. അപ്പൊ ജോസ് ബ്രദറിനെ ജോസിന്റെ പാസ്റ്റർ തന്നെ കുടുക്കിച്ചാടും. ഇപ്പൊ പാസ്റ്റർ തന്നെ സ്വയം കുടുക്കിച്ചാടാനുള്ള പണി കൊണ്ടാ വരുന്നത്. പറഞ്ഞു. അപ്പൊ ജോസ് ബ്രദറിന്റെ ശരീരത്തിൽ മാത്രം ജോസാന്ന് പറയത്തില്ല, പറയുമോ? ഇല്ല, ആദ്യം ഞാൻ പാസ്റ്റർ വീഡിയോ ഞാൻ കേട്ടത്, അതുകൊണ്ട് ഞാൻ തന്നെ അതിന് മറുപടി പറഞ്ഞേക്കാം. ഞാൻ ബോഡി, സോൾ, സ്പിരിറ്റ്, ബട്ട് യെറ്റ് വൺ ബീയിങ് ആണ്. എന്റെ ഉള്ളിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആത്മാവ്, പ്രാണനുണ്ട്. എന്റെ ഉള്ളിൽ ദൈവം തന്ന ആത്മാവുള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ ഒരാളാ. അപ്പൊ പാസ്റ്ററെ ഉത്തരം ഞാൻ പാസ്റ്റർ പെടുന്ന എവിടെയെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ ബോഡി, സോൾ, സ്പിരിറ്റ് ഉള്ള ദൈവത്തോട് തന്നെ പറഞ്ഞെന്ന് വരും. അപ്പൊ ദൈവം ഏകനാണെന്ന് പാസ്റ്റർക്ക് സമ്മതിക്കേണ്ടി വരും. എന്നെ പാസ്റ്റർ 3ആയിട്ടാ ഓർമ്മിക്കുന്നതെങ്കില് ദൈവം അങ്ങനെ അല്ലേ പറഞ്ഞത്? അതെ, അത് തന്നെ ഞാനും പറയുന്നത്. അത് തന്നെ നിങ്ങൾ സമ്മതിക്കണം. ദൈവം പറഞ്ഞു നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സ്വരൂപത്തിലും. അപ്പൊ ദൈവത്തോട് തന്നെ പറഞ്ഞതാ. അപ്പൊ പാസ്റ്റർ പറയോ നാം നമ്മുടെ എന്നുമാണ് പാസ്റ്റർ വീട്ടിൽ സംസാരിക്കുന്നത്? സഹോദരൻ, നാം പറയുന്ന നമുക്ക് അതിന് പറയാൻ അവകാശമില്ല, പറയത്തില്ല. അല്ല, നമുക്കുള്ളത് പോലെയല്ലേ പാസ്റ്റർക്ക്? ദൈവത്തിന് 3 പേര്, അവർ അങ്ങനെയല്ലേ പറഞ്ഞു? പാസ്റ്റർ ദൈവത്തിന്റെ ത്രിയേകത്തെ ഇപ്പൊ വന്നപ്പോ ബോഡി, സോൾ, സ്പിരിറ്റ് ആയി പോയല്ലോ. അതെ. അപ്പൊ ആ ദൈവത്തിൽ എന്നോട് പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവം തന്നെയാ പറഞ്ഞത്. ദൈവത്തോട് തന്നെ പറയാണ് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യുക പാസ്റ്റർ. അങ്ങനെയാണെങ്കിൽ തൃത്വം അവിടെ വന്ന 3 വ്യക്തികൾ എന്ന് പാസ്റ്റർ മുമ്പേ പറഞ്ഞു. അതായത് സ്നാനത്തിൽ 3 വ്യക്തികൾ ഉണ്ടായിരുന്നു, വെള്ളത്തിൽ ഒരാളുണ്ടായിരുന്നു. ആ വ്യക്തിയിൽ ഒരാൾ പ്രാവുമാണ്. അതാണ് വ്യത്യാസം. 3 വ്യക്തിയാണ്, അതിൽ ഒരു വ്യക്തി പ്രാവാണ്.
ആത്മാവ് അല്ല പാസ്റ്റർ സാദൃശ്യമായിട്ട് പറഞ്ഞു. വ്യക്തി എന്നാ പറഞ്ഞേ, 3 വ്യക്തിയെ കാണാന്നാ പറഞ്ഞു. ഞാനത് കേട്ടു പാസ്റ്റർ. സാദൃശ്യം ആയിക്കോട്ടെ, 3 വ്യക്തിയെ കണ്ടെന്നാ പാസ്റ്റർ പറഞ്ഞു. 3 വ്യക്തി ഉണ്ടെന്നാ പറഞ്ഞു അവിടെ. അതായത് പ്രാവ് തലയിലേക്ക് വരുന്നു, പുത്രൻ വെള്ളത്തിൽ നിൽക്കുന്നു. പരിശുദ്ധാത്മാവിന് പല സാദൃശ്യം ഉണ്ടല്ലോ, അതിലൊരു സാദൃശ്യമാണ് പ്രാവ്. അപ്പൊ വ്യക്തി എങ്ങനെ ആകുന്ന പാസ്റ്റർ? പ്രാവ് എങ്ങനെ വ്യക്തിയാവുന്നത്? എവിടെങ്കിലും ഒരാൾ പ്രാവിനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആയിട്ടോ പറഞ്ഞിട്ടുണ്ടോ? എവിടെങ്കിലും പറയാൻ കഴിയുമോ? അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നില്ലയോ പ്രാവ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നെന്ന്? ആ പരിശുദ്ധാത്മാവെന്നല്ലേ എഴുതിയിട്ടുള്ളൂ. പരിശുദ്ധാത്മാവെന്ന് വെച്ചാൽ എന്താ പാസ്റ്റർ? നിങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞ അതേ വചനമാണ് ഞാനും കോട്ട് ചെയ്യുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാവ് വേണം അവന്റെ തലയിൽ വന്നു, അവന്റെ തലമേൽ വന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഭാഷ? എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നതിന് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? അവിടെ ആരും ഇന്റർപ്രറ്റ് ചെയ്യേണ്ട, അവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. വേറെ ആരും ഇന്റർപ്രറ്റ് ചെയ്യേണ്ടല്ലത്. ഓക്കെ, എന്തിനാ പരിശുദ്ധാത്മാവ് പ്രാവുരൂപത്തിൽ? നമുക്കൊന്നും അവിടെ വ്യാഖ്യാനിക്കേണ്ട. എന്തിനാ എഴുതിയിട്ടുണ്ട്, എഴുതിയ കാര്യമാണ് പറയുന്നത്. എഴുതിയ കാര്യം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആരുടെ മേൽ വരുന്നു അവൻ തന്നെ. അപ്പൊ അടയാളം അത്. അതെ, അപ്പൊ അടയാളത്തിന് ദൈവത്തിന്റെ അഭിഷിക്തൻ കുഞ്ഞാട് ആരാണ് എന്നുള്ളതിനെ യോഹന്നാന് കാണിച്ചു കൊടുക്കാനുള്ള അടയാളത്തെയാണ് പാസ്റ്റർ ഒരു വ്യക്തിയാക്കിയത്. ഞാൻ അതാ മുമ്പേ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പല സാദൃശ്യമുള്ളതിൽ ഒന്നാണ് പ്രാവ്. ഞാനത് അംഗീകരിച്ചു പാസ്റ്ററെ. പരിശുദ്ധാത്മാവിന് വേറെ സാദൃശ്യം ഏതാ? ഒന്ന് തീനാവ്, പളർന്ന തീനാവ് പോലെ, അതല്ലേ അടുത്തത്? അത് മാത്രമേ ഉള്ളൂ. കാറ്റ് പോലെ. വെള്ളം പരിശുദ്ധാത്മാവിന് സാദൃശ്യമല്ലേ? അല്ല, എനിക്കറിയില്ല വെള്ളം പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യം എന്നുള്ള കാര്യം. അതെവിടെയാ വെള്ളം പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യം എവിടെയാ എഴുതിയേക്കുന്നത്? അത് നമുക്ക് ഇനിയും ABCD സ്റ്റഡി ചെയ്യേണ്ടി വരും. അല്ലല്ല, അത് പാസ്റ്റർ എവലൊരു സ്ഥലം പറഞ്ഞു, ഞാൻ തപ്പിയെടുത്തോളാം. അല്ലെ ജീവനുള്ള വെള്ളം ആ രീതിയില. അല്ല, ജീവനുള്ള വെള്ളം ഇതെങ്ങനെ വ്യക്തിയാവുന്നേ? ഈ പ്രാവ് വ്യക്തിയാവത്തില്ല, പ്രാവ് വ്യക്തിയാവുക, വെള്ളം വ്യക്തിയാവത്തില്ല. യോഹന്നാൻ 7:37 മുതൽ വായിക്കുമ്പോൾ അതെനിക്കറിയാം. ജീവൻ, അതായത് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അതല്ലേ? ഇത് അവൻ തന്നെ വിശ്വസിക്കാനുള്ള പരിശുദ്ധാത്മാവ് ചിത്ര പറഞ്ഞത്. ഓക്കെ, ഈ പരിശുദ്ധാത്മാവ് എവിടെയാണ് പാസ്റ്റർ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ? പാസ്റ്റർ ആദ്യം എനിക്കൊരു ഡെഫിനിഷൻ പറയാം. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ പറ. അല്ല, എനിക്കറിയാവുന്നല്ല. പാസ്റ്റർ പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ പ്രാവ് വ്യക്തിയാണോ? വെള്ളം വ്യക്തിയാണോ? തീ വ്യക്തിയാണോ? വ്യക്തി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു മനുഷ്യനെയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ശവം എന്ന് പറയും. യേശു തന്നെ പറഞ്ഞ ആ പ്രസ്താവന അംഗീകരിക്കുന്നില്ല. യേശു എന്താ പറഞ്ഞ? പരിശുദ്ധാത്മാവ് വ്യക്തിയാന്ന് പറഞ്ഞു. എടാ, കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവനത്തിൽ നദിയോട് ഒഴുകും. ഇത് നദി ആളാണോ പറഞ്ഞത്? ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ വെച്ച പാസ്റ്റർ മുഴുവൻ വചനം വിശ്വസിക്കുന്നത്. ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന അങ്ങനെ പറഞ്ഞു വിടരുത്. പറയുന്ന അതുപോലെ ഗ്രഹിക്കണം. അതെങ്ങനെയാ പാസ്റ്റർ ശരിയാവുന്നേ? പരിശുദ്ധാത്മാവ് ദൈവം വന്നപ്പോ ദൈവത്തിനുള്ള ദൂതന്മാര് വന്നെന്ന്. അതുപോലെ വല്ല അബദ്ധം പറയാൻ നോക്കുമോ? ദൈവത്തിനുള്ള ദൂതൻ ഇല്ലാണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ലേ? അപ്പൊ ദൈവദൂതന്മാരോട് വന്നില്ല. ഇപ്പൊ ഉൽപ്പത്തി, നമുക്കൊരു കാര്യം ചെയ്യാം. പാസ്റ്റർ ഒരു സ്റ്റോപ്പ് ചെയ്തൊരു സ്ഥലമുണ്ടല്ലോ. പാസ്റ്റർ പറഞ്ഞ ഉൽപ്പത്തി 18 അധ്യായത്തില് 3 പേര് വന്നെന്ന് പറഞ്ഞില്ലേ? 3 ദൈവം എന്ന് പറഞ്ഞില്ല. ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. രണ്ടുപേരും അവരവരുടെ ഇന്റർപ്രിട്ടേഷൻ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് വചനപ്രകാരം ഞങ്ങൾ ഇതാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വിശ്വസിക്കാൻ വചനപ്രകാരം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത്. ഡിസ്കഷൻ ഒരു സ്പിരിറ്റിൽ പോവാൻ. ഞാന് സോറി, എന്റെ മൊബൈൽ ഇതായിരുന്നു. ഞാന് ഈ വിഷയം ഡിസ്കസ് ചെയ്യാനായിട്ട് ആദ്യം ആരംഭിച്ചപ്പോഴേ ഞാൻ ഏബ്രഹാം കുട്ടികളോട് പറഞ്ഞായിരുന്നു, ഒരു ഡിബേറ്റിനോ ഒരു ആർഗ്യുമെന്റിനോ ഞാൻ ഒരുക്കമല്ല. കാരണം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. 2 കൂട്ടരും ആർഗ്യൂ ചെയ്തിരുന്നാൽ അവരവരുടെ ഞാൻ പിടിച്ച മോൻ്റെ കൊമ്പ് 2 മറിക്കത്തേ ഉള്ളൂ. ആർഗ്യുമെന്റിന് തയ്യാറല്ല. നേരത്തെ ഏബ്രഹാം കുട്ടിയോട് പറഞ്ഞിരുന്ന എന്നോട് ഏബ്രഹാം കുട്ടി പറഞ്ഞതും ആർഗ്യുമെന്റ് അല്ല, സ്റ്റഡി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തുടങ്ങാൻ ആരംഭിച്ചത്. ഇപ്പൊ ഇതൊരു ആർഗ്യുമെന്റിലേക്കാണ് പോകുന്നത്. ഒരു ആർഗ്യുമെന്റ് ഞാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരമില്ലാഞ്ഞിട്ടല്ല. ആർഗ്യുമെന്റ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ആർഗ്യൂ ചെയ്തിരിക്കും.
എന്റെ അല്ല പാസ്റ്റർ ഇപ്പൊ വിൽസൺ ബ്രദർ പറഞ്ഞ പോലെ പാസ്റ്റർ പ്രസന്റേഷൻ നടത്തിക്കോ, ഞാൻ ഇപ്പൊ എന്റെ വേർഷൻ പറയാം. വി വിൽ നോട്ട് റീച്ച് എനിവെയർ. ജോർജ് ഭാഷ ഒരു സീനിയർ പാഷാണ്. ഒരു സീനിയർ പാഷ ആകുമ്പം ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ബിബ്ലിക്കൽ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മറുപടി കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഡൗട്ടുകൾ വരുമല്ലോ, ഡൗട്ടുകൾ ചോദിക്കണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. പാസ്റ്റർ ഏത് ചോദ്യം ഉത്തരം പറയണ്ട, പറയൂ പാസ്റ്റർ, ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം എബ്രഹാം കുട്ടി പറഞ്ഞ അറിയാം, ഞാൻ ഇതേ ചോദ്യം ചോദിച്ചതാണ്, അന്നേരം ഉത്തരം കിട്ടിയിട്ടില്ല. ഏത് ചോദ്യ ഉത്തരം കിട്ടാതിരുന്നത്? എനിക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയാം. ദൈവം പറയുന്നു, നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ഒന്ന്. രണ്ട് ദൈവം പറഞ്ഞു, നമ്മിൽ ഒരുത്തനെ പോലെ നന്മതിന്മകളെ കുറിച്ച് അറിയാൻ തക്കണം മനുഷ്യന് നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. അപ്പൊ ദൈവം തന്നെ പറയുന്നു നമ്മിൽ ഒരുത്തനെന്ന്. അപ്പൊ അതിന് മറുപടി പറയട്ടെ, അതിന് ഉത്തരം തരട്ടെ. 1:26, 3:21 പാസ്റ്റർ ഇപ്പൊ സംസാരിച്ച കാര്യം ഉൽപ്പത്തിയിലെ 3:22. ഓക്കെ, 3:22. അപ്പം 1:26 പാസ്റ്റർ പറഞ്ഞു, ദൈവം ഭൂമി, ഞാൻ പറയുന്ന പാസ്റ്റർ കേട്ടിട്ട് മാത്രം പാസ്റ്റർ ചോദിക്കുക. ദൈവം ഭൂമിയില് ആത്മാവായ ദൈവം സൃഷ്ടി നടത്താൻ വന്നപ്പോ ഒരു രൂപത്തിലാണ് വന്നത്, ഒരു ജഡത്തിലാണ് വന്നത്. ഒരു ജഡത്തിൽ ദൈവം പ്രത്യക്ഷമായി. അതുകൊണ്ടാണ് വെയിലാറിയപ്പോൾ ദൈവത്തിന്റെ കാലശ അവർ കേൾക്കുന്നത്. ആത്മാവായ ദൈവം സൃഷ്ടി നടത്താൻ വേണ്ടി ലോകത്തിൽ ഭൂമിയിൽ വന്നപ്പോൾ പ്രത്യക്ഷമായപ്പോൾ ഒരു ശരീരത്തിലാണ് പ്രത്യക്ഷമായത്. ആ ശരീരത്തെ കുറിച്ച് പോൾ പറഞ്ഞത് വരുവാനിരിക്കുന്നവൻ എന്നാ പറഞ്ഞു. ആ വരുവാനിരുന്നവന്റെ പ്രതിരൂപമായിട്ടാണ് ആദാമിനെ സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കുന്നത് നിലത്തെ പൊടി കുഴച്ച് ദൈവം മണ്ണ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ, ദൈവം ഈ ഭൂമിയിലേക്ക്, അതായത് ഈ പർദീസിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ കൂടെ ഉണ്ടായിരുന്നു. ആ ദൂതന്മാർ ചുരുങ്ങിയ പക്ഷം 2 ദൂതന്മാരെങ്കിലും ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ 2 ദൂതന്മാർ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക നമ്മൾ പാസ്റ്റർ ചോദിച്ചു. അപ്പോ അങ്ങനെ ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പ്രത്യക്ഷമാകുമ്പോൾ ദൈവത്തിന്റെ കൂടെ വന്ന ദൂതന്മാരും ഒരേപോലുള്ള രൂപത്തിലുള്ളതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉൽപ്പത്തി 18-ാമത്തെ അധ്യായത്തിൽ എടുത്ത 18-ാം അധ്യായത്തിൽ മാമ്രയുടെ തോപ്പിൽ ദൈവം പ്രത്യക്ഷമാകുമ്പോൾ 2 ദൂതന്മാരൊപ്പം ഉണ്ട്. ആ 2 ദൂതന്മാര് 19-ാം അധ്യായത്തിൽ സോതോമിലേക്ക് പോകുന്നു. യഹോവയോ അബ്രഹാമിന്റെ സന്നിധിയിൽ നിന്നെന്നാ പറയുന്നത്. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിലെ കാര്യം പറയുമ്പോൾ പാസ്റ്റർ മുമ്പേ സൈമൺ ബ്രദർ ചോദിച്ച ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അതായത് നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയി എന്ന് പറയുമ്പോൾ ഈ 3 പേരും നന്മ തിന്മകളെ തിരിച്ചറിയാൻ ഇടയായി എന്ന് പറഞ്ഞാൽ അവരും പഴം തിന്നോ? അവര് 3 പേരുണ്ടെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണല്ലോ നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് പാപം ചെയ്തെന്ന് പറയാം. അപ്പൊ നമ്മിൽ ഒരുവനെ പോലെ ആയി എന്ന് പറയുന്നത്, അപ്പോ ഇതിൽ ആരാണ് പഴം തിന്നത്? ഈ 3 പേരുണ്ടല്ലോ അവിടെ. ഈ 3 പേരിൽ ആരാണ് പഴം നിന്ന് ഈ മനുഷ്യന് ഈ രീതിയിലായി തീർന്നത്? മനുഷ്യനായിട്ട് പോലെ ആയതാരാ? അങ്ങനെ വരുവാൻ പാടുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ അവിടെ പറയുന്നത് മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമുള്ള ദൈവത്തിന്റെ പ്രസ്താവനയാണത്. അവൻ ഇനി ജീവവർഷത്തിലൂടെ തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് പുറത്താക്കാനുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പം അവിടെയും നമ്മൾ ആലോചിക്കണം, ദൈവത്തിന്റെ കൂടെ ദൂതന്മാർ വന്നിട്ടുണ്ട്. അല്ലാതെ അവിടെ വന്ന് നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യൻ പാപം ചെയ്തതുപോലെ നമ്മിൽ ഒരുവൻ പാപത്തിൽ പെട്ടുപോയി എന്നുള്ള രീതിയിൽ പ്രസ്താവിക്കുമ്പോൾ നാം ദൈവത്തെ പാപികളുടെ ഗണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോ നമ്മൾ വായിച്ച യെശയ്യാവ് 44:25 വായിച്ചതുപോലെ തന്നെ ഭൂമിക്ക് അടിസ്ഥാനം ഇടുമ്പോൾ ദൈവത്തോടുകൂടി 24. അപ്പൊ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അല്ലാതെ എനിക്ക് മുമ്പോ എനിക്ക് ശേഷമോ ആരുമില്ല, ഞാൻ മാത്രം യഹോവ എന്ന് 43:10-11 പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ഏകനാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആയിട്ട് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ എല്ലാം 3 പേരോ 2 പേരോ സ്ഥാപിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നാം ദൈവവചനത്തോട് കൂട്ടിയേർക്കുന്നതായി പോകില്ലേ? ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏകനാണെന്ന് പറഞ്ഞു. ഞാനല്ലാതെ ഒരുത്തനും ഇല്ല, നമുക്ക് ഒരു പിതാവേ ഉള്ളൂ, ഒരു ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് മലാക്കിയിലും പറയുന്നു. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലനും പറയുന്നു, നമുക്ക് ദൈവമോ ഒരുത്തൻ മാത്രം എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പുസ്തകം ഇസ്രായേലിന്റെ ഏക ദൈവത്തെ
ആ ഏകദൈവമാണ് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടതെന്ന് പഠിപ്പിക്കുമ്പം ആ ഒരു ഏകദൈവത്തെ നമ്മൾ എന്തിനാണ് ഈ ദൈവത്തിന് ബഹുത്വം ഉണ്ടാക്കേണ്ടത്? അത് ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ അങ്ങനെ ചെയ്യുന്നത്? പിന്നെ ആ ഉൽപ്പത്തി 18-ാം അധ്യായത്തിലെ പാസ്റ്റർ എന്തായാലും 43 വർഷം സർവീസ് ഉണ്ടെന്നാ പാസ്റ്റർ വീഡിയോ കേട്ടപ്പോ കേട്ടെ. ഈ 43 വർഷത്തിനിടയിലും പാസ്റ്റർ ഉൽപ്പത്തി 18-ാമത്തെ അധ്യായത്തിൽ ദൈവം 3 പേരാണെന്ന് കണ്ടുപിടിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും സഹതാപമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് 2 ദൂതന്മാരെന്ന്. പാസ്റ്റർ ബൈബിൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ ഞാൻ പറയുന്നത്. തീർന്നു. എന്നാല് സഹോദരൻ ദൂതന്മാരെ കൂടെ ദൈവതുല്യമാക്കി മാറ്റിയതാ വലിയ സങ്കടകരം. ദൈവതുല്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ദൈവത്തിന്റെ ദൈവ പ്രത്യക്ഷതയുടെ തുല്യതയാണ് അവിടെ. അങ്ങനെ ദൈവം പറയുന്നു നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നു പറയുന്നിടത്ത് അവിടെ ദൂതന്മാരെ കൂടെ കൂട്ടിയാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ട് ദൂതന്മാരെ ആക്കിയില്ലയോ? ദൈവത്തിന് മനുഷ്യനെങ്ങനെയാ അപ്പം അങ്ങനെ ആയിത്തീരുന്നേ? മനുഷ്യനെങ്ങനെ അങ്ങനെ ആയിത്തീരുന്നേ? ആദം എങ്ങനെയാ അങ്ങനെ ആയിത്തീരുന്നേ? അതുകൂടെ ചോദിക്കാം. നമ്മൾ വായിക്കുമ്പോ അപ്പുറം ഇപ്പുറം വായിക്കണമല്ലോ. എന്താ അല്ല, മനുഷ്യൻ എങ്ങനെയാ അപ്പൊ ദൈവതുല്യമായത്? നന്മതിന്മകളെ കുറിച്ച് അറിയും. അവിടെ വാക്യം വായിച്ച് ശരിക്കും വായിക്കേ. തിരിച്ചറിഞ്ഞപ്പോ ദൈവത്തെ പോലെ ആയോ? ദൈവത്തെ പോലെ ആയോ? മനുഷ്യൻ പഴം തിന്നുള്ളതല്ല വിഷയം. ദൈവകൽപ്പന ലംഘിച്ചു. ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അഥവാ ദൈവത്തെ അനുസരിക്കാഴിയ തെറ്റ് ചെയ്യുന്നത് അതുവരെ അവർക്ക് അതിന്റെ നന്മതിന്മ അറിയത്തില്ലായിരുന്നു. ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നന്മ ഏത് തിന്മ ഏതെന്ന് അവൻ മനസ്സിലായത്. അപ്പോഴാണ് പറഞ്ഞത് ദൈവം നമ്മിൽ ഒരുത്തനെ പോലെ മനുഷ്യനും നന്മതിന്മകളെ കുറിച്ച് അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നു എന്നുള്ള പറഞ്ഞത്. ഓക്കെ, പാസ്റ്റർ 22-ാമത്തെ വാക്യം ഇങ്ങനെയാ: യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീരുന്നു. ഇവിടെ പറയുന്ന യഹോവയായ ദൈവം എന്നാ, അതായത് ഒരു ദൈവം. ആ ദൈവം പറയാണ് മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയപ്പോ പ്രസ്താവിക്കുന്നത് യഹോവയായ ദൈവമാണ്. അവിടെ ആ ദൈവത്തോടുകൂടെ വേറെ ദൈവങ്ങളില്ല. ആ 3 ദൈവം ഏതൊക്കെയാ? അതാ ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ പാസ്റ്റർ എന്നോട് ചോദിക്കാതെ, പാസ്റ്റർ 41 വർഷം സർവീസ് ഉള്ള ആളല്ലേ, പാസ്റ്റർ പറ ആ ദൈവം ഏതൊക്കെയാ? ഞാൻ ചോദിച്ച ഉത്തരം പറ. നിങ്ങള് ഏകദൈവം നിങ്ങൾ പറയുന്നു. ആ ഏകദൈവം പറയുന്നു നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറ. ദൈവം ഏകനാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. പാസ്റ്റർക്ക് അറിയാമോ അത്? ദൈവം ഏകനാണെന്ന് പറയുന്നതിന്റെ അടുത്ത് അതിന് പല രണ്ടർത്ഥം തീരെ കുറഞ്ഞുണ്ട്. അതെങ്ങനെയാ രണ്ടർത്ഥം ഉള്ളത്? ഒന്ന്, ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട്. ഈ പാസ്റ്റർ അങ്ങനെ ജാതികൾ പറയുന്ന പോലെ പറയാതിരിക്കും പാസ്റ്റർ, പ്ലീസ്. വെയിറ്റ് ജാതികൾ നിങ്ങളും അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളും ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നു. അല്ല പാസ്റ്റർ, അങ്ങനെ അനേക ദൈവങ്ങളുള്ളപ്പോൾ ഇരമ്യാവിലാണെന്തോ പറയുന്നു അവ ദൈവങ്ങളല്ല താനും. വാക്ക് ഓർമ്മയുണ്ടല്ലോ, അവ ദൈവങ്ങളല്ല താനും. അനേക ദൈവങ്ങളുള്ളപ്പോൾ ഏക ദൈവമേ ഉള്ളൂ എന്നതാണ് ദൈവം ഒരുവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ പിതാവ് മാത്രം ദൈവം, പുത്രൻ ആരാ, പരിശുദ്ധാത്മാവാരാ? നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ ദൈവം. യേശു ക്രിസ്തുവാണ് ദൈവം. അപ്പൊ പിതാവ് ആരാ? പിതാവ് തന്നെയാണ് പ്രത്യക്ഷമായത് ജഡത്തിൽ യേശു ക്രിസ്തുവായിട്ട്. അങ്ങനെ എവിടെ വാക്യം എഴുതിയിരിക്കുന്നേ? അവൻ തിമോത്തി 1:3-16 വായിച്ചു നോക്കിക്കോ. 3:14 അങ്ങനെ ഒരു വാക്യമില്ല. ഇല്ലേ? ഇല്ല. തിമോത്തി 3:16, 1 തിമോത്തി 3:16 പാസ്റ്റർ ഒന്ന് എടുത്തേ. എടുത്ത് വായിച്ച് കേൾപ്പിക്ക്. പാസ്റ്റർ അടുത്ത് ബൈബിളിൽ ഞാൻ വായിക്കാം. ഇംഗ്ലീഷിൽ അത് ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് എന്നാണ്. മലയാളത്തിൽ മാത്രമേ അവൻ എഴുതിയിട്ടുള്ളൂ. അവൻ ജഡത്തിൽ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ദൈവികത്വത്തിന്റെ മർമ്മം എന്നാ പറയുന്നത്. അപ്പൊ ദൈവം ഒന്നേ ഉള്ളൂ. ദൈവികത്വത്തിന്റെ മർമ്മം അവൻ എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ്. എല്ലാരും കൂടെ ഇതാകരുത് പ്ലീസ്, സോറി. പാസ്റ്റർ കൊളോസർ 2:2 എടുത്താലും അത് തന്നെയുണ്ട്. ക്രിസ്തു എന്ന ദൈവം മർമ്മം എന്ന് പറയും. അപ്പോൾ ഫിലിപ്പിയ 2:2 വായിക്കുന്നു,
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പൊ ദൈവത്തോടുള്ള സമത്വം, ആ സമത്വം എന്ന വാക്ക് ഇക്വാലിറ്റി വിത്ത് ഗോഡ്, ആ ഇക്വാലിറ്റി എന്ന് പറയണമെങ്കിൽ വേറൊരാൾ ഇല്ലാതുകൊണ്ട് ഇക്വാലിറ്റി പറയാൻ നോക്കുക, സമത്വം പറയാൻ നോക്കുക. അതല്ല, ഈ നമ്മൾ ഈ ആൾ സങ്കല്പം കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. നമ്മളുടെ ഇടയിൽ നമുക്ക് ബേസിക്കലി നമ്മുടെ ഫണ്ടമെന്റലിൽ 3 ആള് കിടപ്പുണ്ട്. അങ്ങനെ എടുക്കുമ്പോഴാണ് ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുമ്പോൾ മറ്റൊരു ദൈവത്തോടുള്ള ഈക്വാലിറ്റി. ഞാൻ ചോദിച്ചത് തന്നെയാണ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാ ദൈവമാണ്. ഇത് മൂന്നും നിങ്ങൾ അംഗീകരിക്കും, ഈ 3 വ്യക്തികളെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം. വ്യക്തികളെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ 3 ഓഫീസസ് ഓഫ് 1 ഗോഡ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ പിതൃനിഷേധികളല്ല, ഞങ്ങൾ പരിശുദ്ധാത്മ നിഷേധികളല്ല, ഞങ്ങൾ പുത്ര നിഷേധികളല്ല. ദൈവമാണെങ്കിൽ ദൈവമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്, ദൈവമാണെന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഏക ദൈവത്തിന്റെ 3 മാനിഫെസ്റ്റേഷൻസ് ആണ് ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. പുത്രനായ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം. പാസ്റ്ററെ, ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഞങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. ഒരു പരിശുദ്ധാത്മാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം, പരിശുദ്ധാവ് ഒരു ദൈവം എന്ന് പറഞ്ഞ 3 എൻറ്റിറ്റി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് എൻറ്റിറ്റിയുടെ കാര്യമല്ല ചോദിച്ചത്. ഞാൻ മൂന്നായിട്ടല്ലേ ചോദിക്കുന്നത്. യേശു ദൈവമാണോ, പരിശുദ്ധാത്മാവ് ദൈവമാണോ? യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയം. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവം വസിക്കുന്നത് യേശു ക്രിസ്തുവില്ല. അതുകൊണ്ടാണ് അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു പറഞ്ഞത്. ഇന്ന് യേശു എവിടാ? ഇന്ന് യേശു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക. മനുഷ്യനായ യേശു ക്രിസ്തു പറയുന്നത് എവിടെ? സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന മീഡിയേറ്റർ ആയിട്ട് യേശു ക്രിസ്തു ഉണ്ട്. പിന്നെ സ്തേഫാനോസ് യേശുവിനെ പിതാവിന്റെ അടുക്ക സ്വർഗത്തിൽ കണ്ടത് എങ്ങനെയാ? വേറൊരു സബ്ജക്റ്റ് ആട്ടോ, അത് റൈറ്റ് ഹാൻഡാ. അങ്ങനെ ഒഴിഞ്ഞു പോകരുത്. 3 എൻറ്റിറ്റി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു. യേശുവിനെ എന്റെ ചോദ്യം അവിടാണ് ഞാൻ വരുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നു, യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നു, പിതാവിനെ അംഗീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്റെ വേറെ ഒരു ദൈവത്തെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ. ആ ദൈവത്തിൽ പിതാവുണ്ട്. എന്നെ കൂടെ കേക്ക്. അപ്പം ദൈവമാണെങ്കിൽ ദൈവം നിത്യനല്ലേ? ദൈവം നിത്യന. അതിനും അന്തിനും പറഞ്ഞാൽ അതിനപ്പുറത്താണ് നിത്യൻ. പുത്രൻ ജനിച്ചു മരിച്ചു. നിത്യൻ എന്ന് പറഞ്ഞാൽ പുത്രത്വം നിത്യമല്ല. പുത്രൻ എന്ന പദവി അവൻ എടുത്തു. അതുകൊണ്ട് ആ പുത്രനെ നീ എന്നേക്കും ഉള്ളവെന്ന് വിളിക്കുന്നത് പുത്രൻ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നവനാ. അതുകൊണ്ട് ആ പുത്രനോടോ ദൈവമേ എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. സഹോദര, ഞാനൊരു കാര്യം പറയുന്നത് ക്ഷമിക്കണം. ഇറ്റ് ഈസ് ഈവിൾ തോട്ട്, ഇറ്റ് ഈസ് ഈവിൾ ടീച്ചിങ്. പുത്രൻ നിത്യനല്ലെന്ന് പറയുന്നത് ഈവിൾ തോട്ടാണ്. ഐ എം സോറി. പുത്രൻ നിത്യനല്ല എന്ന് പറയുന്നത് പുത്രന് നിത്യനാവാൻ പറ്റുമോ? ഒരു പുത്രന് ബിഗിനിങ് ഇല്ലേ? ഒരു പുത്രനൊരു ബിഗിനിങ് ഒരു എൻഡിങ് ഉണ്ടോ? അങ്ങനെ പുത്രനെ എങ്ങനെയാ ദൈവം നിത്യനാകുന്നത്? എങ്ങനെയാ? പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണോ? അതെ. രണ്ടാമത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ യേശു ക്രിസ്തു എന്ന നാമം ആ പുത്രന് മാത്രമുള്ള നാമമല്ല. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ആത്മാവായ ദൈവത്തിന്റെ നാമമാണ്, പിതാവിന്റെ നാമമാണ്. അവിടെയാണ് അനദർ സംസാരിക്കട്ടെ. ഓക്കെ, പ്ലീസ്. അപ്പം പിതാവ് പുത്രനെ അയച്ചതാണോ? യേശു മനുഷ്യനും അയക്കപ്പെട്ടവെന്നാ പറയുന്നത്. യോഹന്നാൻ ദൈവത്താൽ അയക്കപ്പെട്ടെന്ന് പറയുന്നു. അപ്പൊ മനുഷ്യൻ എന്ന നിലയിൽ അയക്കപ്പെട്ട. യേശുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. യേശുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ യേശുവിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. മനുഷ്യൻ എന്ന നിലയിൽ അയക്കപ്പെട്ടവനല്ലേ? മനുഷ്യൻ എന്ന നിലയിൽ അയക്കപ്പെട്ടവൻ. യേശു പിതാവിനാൽ അയക്കപ്പെട്ടവനാണോ? മനുഷ്യത്വത്തിൽ അവൻ അയക്കപ്പെട്ടവനാണ്. യേശു എന്ന് പറയുന്ന പാസ്റ്റർ പറഞ്ഞ പോലെ ദൈവത്തെ അല്ല അയച്ചത്. വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ദൈവം അയച്ചു എന്നുള്ള തലത്തിൽ, അതായത് ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം സൃഷ്ടിച്ച ആ ശരീരം, അത് അയക്കപ്പെട്ട ശരീരമാണ്. സഹോദര, വീണ്ടെടുപ്പ് ജോലി ആരുടെയാ? ദൈവത്തിന്റെ അല്ലേ? ദൈവത്തിന്റെ ജോലിയാ. ദൈവത്തിനല്ലാതെ വീണ്ടെടുക്കാൻ ഒക്കത്തുള്ളൂ.
ഒക്കെ ഉള്ളൂ. ആ രക്ഷകൻ, ആ ഒരു രക്ഷകനേ ദൈവം ഉള്ളൂ. യഹോവ അല്ലാതെ വേറെ ആ രക്ഷകൻ ദൈവം ഇല്ല. ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അയച്ചത് പരിശുദ്ധാത്മാവിലാണ് വന്നത്. ആത്മാവിലാണ് മറിയ ഗർഭവതിയായത്. അപ്പൊ പിന്നെ അപ്പം ഇതെല്ലാം 3 വ്യക്തിയാകത്തില്ലെന്നുള്ള ഇപ്പൊ തന്നെ പാസ്റ്റർ അംഗീകരിച്ചല്ലോ. ഒരു മൂന്ന് വ്യക്തിയാകുവാണെങ്കിൽ പരിശുദ്ധാത്മാവിലാണ് യേശു ക്രിസ്തു മറിയുടെ ഉദരത്തിൽ വന്നതെങ്കിൽ പരിശുദ്ധാത്മാവും യേശുവും മറിയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്നു സമ്മതിക്കേണ്ടി വരും. പരിശുദ്ധാത്മാ യേശു പാസ്റ്റർ പറഞ്ഞത് മറിയയുടെ ഉദരത്തിലേക്ക് പരിശുദ്ധാത്മാവിലാണ് യേശു വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടാമനും മൂന്നാമനും മറിയുടെ ഉദരത്തിൽ വന്നെന്ന് പറയും. മറിയോട് ദൂതന്റെ സന്ദേശം എന്തായിരുന്നു? അതുകൊണ്ടാ പാസ്റ്ററെ പറയുന്നത് ഈ സന്ദേശങ്ങൾ, അരുളപ്പാടുകൾ, തീനാവുകൾ, പ്രാപുരൂപങ്ങൾ ഒന്നും ആളല്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. അപ്പൊ നിഴൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആളാണോ? പാസ്റ്റർ ആദ്യം ഇത്രയും അംഗീകരിച്ചാൽ ശ്രമിക്കുക. പ്രാവ്, നിഴല്, വെള്ളം, തീയ്, ഇതൊന്നും ആളല്ല. ഇത് ആദ്യം ഈ ബേസിക് പാസ്റ്റർക്ക് കിട്ടിയ പാസ്റ്റർ ഓക്കെയാ, എല്ലാം കറക്റ്റ് ആവും. ഇതെല്ലാം ദൈവത്തിന്റെ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് ആ. നിങ്ങൾ ഈ നിലയിൽ പോയാൽ അല്ല, അതൊരു വാലിഡ് ക്വസ്റ്റ്യനാ പാസ്റ്ററെ. അവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻ പരിശുദ്ധാത്മാവിന് ഉണ്ടാവുമെങ്കിൽ എങ്ങനെ ഒരു വ്യക്തി ആകുന്നതെന്നായി ചോദിക്കുന്നത്? വേറൊരു വ്യക്തി ആവുന്ന ഒരേ ആത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ അല്ലയോ ഇതെല്ലാം? വേറെ വേറെ പ്രവർത്തനങ്ങളല്ലയോ? സഹോദര, പഴയ നിയമകാലത്ത് ദൈവം യാഗങ്ങളെ ഏർപ്പെടുത്തി. എന്തിനു വേണ്ടിയാ? പിന്നീട് വന്ന് യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടേണ്ട യാഗമാണ് അവിടെ നിഴലായിട്ട് നടന്നല്ലയോ? അതിലൊന്നും നമുക്ക് സംശയമില്ല പാസ്റ്ററെ, അതൊന്നും ഒരു ടോപ്പിക് അല്ല. പൊരുളുകൊണ്ട് ഷാഡോസ് ആൻഡ് ദ ടൈപ്പ് ആൻഡ് ആന്റി ടൈപ്പ്.